തിരിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ ഇന്ന് പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ ഒന്നിനും എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് ഭവിക്കുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെ ഏവരെയും ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. അനേക ബന്ധിതരെ മോചിപ്പിക്കുവാൻ, സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായി, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ കൃപകളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നല്ലോ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് തുടർമാനമായി നമ്മൾ വചനത്തെ ധ്യാനിച്ചു വരുന്നു. ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് ഇടം കൊടുക്കരുത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ തന്നെ ദൈവപുത്രൻ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. നമ്മൾ ഇന്നലെ കേൾക്കുവാൻ ഇടയായി തീർന്നു. നമ്മൾ പാപത്തിൽ തുടരുന്നവർ ആകരുത്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാകണം. നമ്മുടെ സ്വഭാവം തന്നെ വിശ്വാസി എന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് പറയുന്നത് പോലെ തന്നെ സ്നേഹിക്കുന്ന മനോഭാവമുള്ളവരാകണം. നമുക്ക് ഇന്നലെ കേട്ട വചനം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്കത് അറിയാം. പിന്നെയും നമുക്ക് യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിലേക്ക് പിന്നെയും നമുക്ക് വചനത്തിലേക്ക് ഒന്ന് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ആ അധ്യായത്തിന്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെടുകയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയൊന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ തിരിച്ചറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളതും യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാകുന്നു. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ബൈബിളിൽ എതിർ ക്രിസ്തു എന്ന് പറയും. എതിർ ക്രിസ്തു എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും അന്തിക്രിസ്തു എന്ന് പറയുന്നതും എതിർ ക്രിസ്തു എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിനെ കാണിക്കുന്നതെങ്കിൽ, എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. പലപ്പോഴും നിങ്ങളിവിടെ തുടക്കത്തിൽ അപ്പോസ്തലന്മാർ ഏറ്റവും കൂടുതൽ ഒരു വാണിംഗ് തരുവാണ്. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെടുകയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവിനെ വിശ്വസിക്കാത്ത ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. അപ്പൊ നമുക്ക് ദൈവം തരുന്നൊരു വാണിംഗ് ഇതാണ്: നിങ്ങൾ ആത്മാക്കളെ ശോധന ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സുവിശേഷവും പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുന്നതല്ല. സുവിശേഷം ദൈവത്തിൻ്റെതാണെങ്കിലും സുവിശേഷത്തിന്റെ വ്യാഖ്യാനമെല്ലാം പരിശുദ്ധാത്മാവിൽ നിന്നല്ല. ആർക്കും സുവിശേഷം പറയാം. നമുക്കറിയാം, ഈ ഇലക്ഷൻ കാലഘട്ടമാകുന്ന സമയങ്ങളിൽ ഒത്തിരി രാഷ്ട്രീയക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരാകാം. അതിൽ ഒട്ടുമുക്കാലും പേര് സുവിശേഷത്തെ എതിർക്കുന്നവരായിരിക്കും, സുവിശേഷത്തിന് അനുകൂലമല്ലാത്തവരായിരിക്കും. പക്ഷെ ഇലക്ഷന്റെ സമയമാകുമ്പോൾ എല്ലാ സഭകളിലും എന്ത് ചെയ്യും,
ഈ രാഷ്ട്രീയക്കാർ വരും അല്ലേ. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ അവര് വന്നതിന് ശേഷം ചിലപ്പം അവർക്ക് ചിലപ്പോൾ പ്രാർത്ഥനയോടൊന്നും താല്പര്യമുള്ളവരായിരിക്കത്തില്ല. നിങ്ങൾ ഈ പറഞ്ഞ വിശ്വാസമോ പ്രാർത്ഥനയോ ആരാധനയോ ഒന്നും ഇഷ്ടമുള്ളവരൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ ഇലക്ഷൻ സമയമാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മിക്ക നേതാക്കന്മാരും എന്ത് ചെയ്യും, ആരാധനാലയങ്ങളിൽ വന്നുകൊണ്ട് അവർ യേശുക്രിസ്തുവിനെ ഉയർത്തി പറയുകയും ആ കർത്താവിന്റെ സുവിശേഷത്തിന്റെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പെറുക്കിയെടുത്ത് വലിയ പ്രസംഗകർ പ്രസംഗിക്കുന്നത് പോലെ കർത്താവിനെ വാഴ്ത്തുകയും പലപ്പോഴും വിശ്വാസികൾ ഇങ്ങനെ വളരെ കോരിത്തിരിച്ചിരിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യത്തില്ല, അവർക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പം പ്രസംഗിക്കുക എന്നുള്ളത് വലിയ സംഭവമല്ല. ഒരു പ്രസംഗ ശൈലിയുള്ള ഒരു വ്യക്തിക്ക് ഈസി ആയിട്ട് ബൈബിൾ എന്ത് ചെയ്യാം, പ്രസംഗിക്കാം. പക്ഷെ ആത്മാവിന്റെ വ്യാഖ്യാനം നടത്തണമെങ്കിൽ അതൊരു പ്രസംഗകന് മാത്രം കഴിയുന്നതല്ല, അത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കും വേണമെങ്കിൽ വചനം പറയാം. പക്ഷെ ആ വചനം ഒരു വ്യക്തിക്ക് ഒരു വിടുതലായി മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാഖ്യാനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം അതിൻ്റെ അകത്ത് വേണം. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ വചനം പറയുന്നു കള്ളപ്രവാചകന്മാർ ലോകത്തിലേക്ക് വരും. അപ്പൊ കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞാൽ സുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം, ശോധന ചെയ്യണം. ഞാനിന്ന് എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, താഴേക്ക് ഞാനത് പറഞ്ഞിട്ട് ഒന്ന് മുകളിലോട്ട് വരാവേ. ദൈവാത്മാവിനാൽ ഇതിനെ അറിയാം. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളതാകുന്നു. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് ലോകത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. നോക്കിക്കേ, നിങ്ങളെ പറ്റി പറയണം. നമുക്ക് എപ്പോഴും ഒരു ബോധം വേണം, ഞാൻ ദൈവ പൈതലാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അവരെ ജയിച്ചിരിക്കുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നില്ല. എന്താണ് ഈ ലൗകികം എന്ന വാക്കിന്റെ അർത്ഥം? മലയാളത്തിൽ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ട്? ലൗകികം എന്ന് പറഞ്ഞാൽ ആമേൻ, നിങ്ങളത് കേട്ടിട്ടുണ്ടല്ലേ. ലോകവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന വിശ്വാസിയാണ് താനും, പക്ഷെ വാ തുറന്നാൽ സംസാരിക്കുന്നത് ലോക മനുഷ്യനെ പോലെയാ. ഒന്ന്, അവിശ്വാസത്തിന്റെ വാക്കുകൾ. രണ്ട്, എപ്പോഴും നിരാശകൾ പറഞ്ഞു നടക്കുന്നവർ, എപ്പോഴും അന്ധമായിട്ട് എന്താ പറയുക, ലോകപ്രകാരമുള്ള മനുഷ്യൻ എങ്ങനെയാണോ സംസാരിക്കുകയും ഇടപെടുകയും ബിഹേവ് ചെയ്യുകയും ചെയ്യുന്നത്, അതേപോലെ പെരുമാറുന്നവനാണ് ലൗകികന്മാർ. ലൗകികമായത് അവർ സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നില്ല. നോക്കിക്കേ, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ് ലോകം അവരുടെ വാക്ക് കേൾക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നു, ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവിൻ്റെ രക്ഷിതാവായി. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം ബൈബിൾ വായിക്കുമ്പം നിങ്ങൾ ബൈബിളിൽ നിങ്ങൾക്ക് അവകാശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പല സഹോദരങ്ങളും സാക്ഷ്യം പറയും, ബ്രദറെ, രോഗസൗഖ്യം എൻ്റെ അവകാശമാണെന്ന് ഞാൻ വിശ്വസിച്ചു, അല്ലേ, എനിക്ക് സൗഖ്യമായി. രോഗം വന്നപ്പോഴേക്കും അവർ ചിന്തിച്ചില്ല, എനിക്ക് ഈ കുറവുള്ളതുകൊണ്ട് യേശു എന്നെ സൗഖ്യമാക്കുമോ, എനിക്ക് ആ ബലഹീനത ഉള്ളതുകൊണ്ട് ദൈവം എന്നെ വിടിവിക്കാതിരിക്കുമോ എന്നവർ ചിന്തിച്ചില്ല. പകരം നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞ് ചിന്തിക്കുക, അയ്യോ എനിക്ക് ചില സ്വഭാവ ദോഷങ്ങളുണ്ട്, അതുകൊണ്ട് അമ്മ എനിക്ക് ചോറ് തരാതിരിക്കുമോ, എനിക്ക് ചില ബലഹീനതയൊക്കെ ഉണ്ട്, അതുകൊണ്ട് അപ്പനും അമ്മയും എനിക്ക് നല്ല ഉടുപ്പ് തരാതിരിക്കുമോ എന്ന് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ കുടുംബത്തിന്റെ അകത്ത് ചിന്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അഥവാ നിങ്ങൾ കുടുംബത്തിലായിരുന്നപ്പം, കുഞ്ഞായിരുന്നപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാറുള്ള പ്രായമായപ്പോൾ നിങ്ങൾ ചിന്തിക്കാറില്ലല്ലേ? നിങ്ങളുടെ ഏതെങ്കിലും സ്വഭാവം കുഴപ്പമുള്ളത് കൊണ്ട്, നിങ്ങൾക്ക് കുറച്ച് ബലഹീനത ഉള്ളത് കൊണ്ട് നിങ്ങളുടെ മാതാവോ പിതാവോ, ഇന്ന് നിനക്ക് ആഹാരമില്ല കേട്ടോ, നിനക്ക് ഇന്ന് ആഹാരമില്ല, നിനക്ക് ഞാൻ വസ്ത്രം മേടിച്ച് തരത്തില്ല, നിനക്ക് ഞാൻ ഒന്നും തരത്തില്ല, നീ പട്ടിണി കിടക്കണം, കാര്യം നിനക്ക് ഇന്ന കുറവുള്ളത് കൊണ്ട്, നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല അല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? നിങ്ങളുടെ പിള്ളേർക്കോ, അവൻ അല്ലേലും ശരിയല്ല, എന്തൊക്കെയോ അവന് സ്വഭാവം ഞാൻ പറഞ്ഞ അനുസരിക്കത്തൊന്നുമില്ല, അതുകൊണ്ട് ഇന്ന് മുതൽ അവന് ചോറ് കൊടുക്കത്തില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു മാതാവ് ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങളുടെ കുറവ് നോക്കിയല്ല യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നത്, ഇതെല്ലാം നിങ്ങളുടെ അവകാശമാണ്. അപ്പൊ ആദ്യം നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ഈ ലൗകികമായെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒന്ന്, ലോകപ്രകാരം പറയുന്ന ആളുകൾ,
അതുകൊണ്ടാണ് പല ആൾക്കാരും ദൈവസന്നിധിയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, വിശ്വാസ ജീവിതം നമ്മൾ ദൈവത്തെ സഹായിക്കുവല്ല. എപ്പോഴും ഓർത്തോണേ, ഞാൻ ദൈവത്തെ സഹായിക്കുവല്ല, ദൈവം എന്നെ സഹായിക്കുക. നമ്മളിപ്പോൾ യേശുവിലേക്ക് വന്നു, നിങ്ങളുടെ ഭർത്താവോ കുഞ്ഞുങ്ങളോ ഒന്നും പ്രാർത്ഥനയും വന്നിട്ടില്ല, നിങ്ങൾ മാത്രമേ വിശ്വാസത്തിലുള്ളൂ, ഭയങ്കര എതിർപ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിച്ചു. നിങ്ങൾ ആ കർത്താവെ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി കർത്താവ് ഞാൻ അങ്ങ് പാടുപെടും, ഒന്നും വേണ്ട, എന്നെ വിടുവിച്ച് യേശു അവരെ കൊണ്ടുവരും. ഈ വിശ്വാസം ഉണ്ടാകണം, ഈ ഉറപ്പുണ്ടായിരിക്കണം. ഇതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അവരെ കെട്ടിവലിച്ചുകൊണ്ട് വരുന്നവരാകരുത്, പകരം നിങ്ങളുടെ അകത്തൊരു ഉറപ്പുണ്ടായാൽ. നോക്കിക്കേ, ലൗകികമായവർ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ലോകം അവരുടെ വാക്ക് കേൾക്കുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയുക, യേശു നിങ്ങളുടെ അവസ്ഥകളെ മാറ്റി. നമ്മൾ ഇന്നലെ ആ സാക്ഷ്യം കേട്ടായിരുന്നു അല്ലേ? ഒത്തിരി സാക്ഷ്യങ്ങൾ ഇന്നലെ കേട്ടാനിടയായി തീർന്നു. ഒത്തിരി ദൈവപ്രവർത്തികളുടെ സാക്ഷ്യങ്ങൾ ഞാനത് യൂട്യൂബിൽ സെപ്പറേറ്റ് സാക്ഷ്യം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിവതും എല്ലാ ദിവസവും ആ സാക്ഷ്യം കേൾക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ സാക്ഷ്യം കേൾക്കുന്നതിന്റെ ഗുണം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഉള്ളത്തിൽ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു എന്താ പറയുക, ഒരു അഭിഷേകത്തിന്റെ ഒരു വർധനവിന് സാക്ഷ്യം നമ്മളെ സ്റ്റീറപ്പ് ചെയ്യാൻ ഇടയായിത്തീരും. ആമേൻ. ഇവിടെ നോക്കി, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. 6-ാമത്തെ വാക്യം കണ്ടോ? ദൈവത്തെ അറിയുന്നവർ തങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവർ തങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവേറെന്നും വഞ്ചനയുടെ ആത്മാവ് നിങ്ങൾക്ക് ഇതിനാൽ അറിയാം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ആമേൻ. അപ്പൊ ഇവിടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളത്തിൽ വൈരാഗ്യം ഉണ്ടാകരുത്. നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും, അരിശം വരും, എല്ലാം വരുമെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചോണം, നമ്മൾ ആ വെറുപ്പ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് അപകടമാണ്. കാര്യം നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. ആമേൻ. ഇവിടെ നോക്കി, ഇനി 9-ാമത്തെ വാക്യം നോക്കി. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിന് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമാകുന്നു. ആമേൻ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ വാക്യത്തിലേക്ക് വരുന്നുണ്ട്. നമുക്ക് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം പരിചയമാക്കിയ വാക്യമാണ്. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വേഗത്തിൽ ഒന്ന് ചാടിപ്പോവാം. നോക്കി, അതിന്റെ 16-ാമത്തെ വാക്യം, അതിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നശിച്ചു പോകാതെ, നോക്കിയേ, ഏവനും യേശുവിൽ തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, സ്ക്രീനിലെത്ത് നോക്കിക്കേ, നശിച്ചു പോകാതെ. അപ്പൊ നശിച്ചു പോകത്തില്ല എന്നുള്ള വാശി ദൈവത്തിൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് യേശുവിൽ വിശ്വാസമുണ്ടോ? യേശുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിനൊരു വാശിയുണ്ട്, നിങ്ങളെ നശിപ്പിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിൽ വിശ്വാസമുള്ളവനെ നശിപ്പിക്കുവാൻ ആരൊക്കെ തുനിഞ്ഞാലും ദൈവത്തിനൊരു വാശിയുണ്ട്, നിങ്ങളെ നശിപ്പിക്കാൻ ദൈവത്തിന് സമ്മതമല്ല. ഞാൻ നശിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൽ നിന്നുള്ളൊരു വ്യക്തിക്ക് എപ്പോഴും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പം ഈ കള്ളപ്രവാചകന്മാർ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കിയേ, കള്ളപ്രവാചകന്മാരെ ഏൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ദൈവത്തിനുള്ളവയെന്ന് നിങ്ങൾ ശോധന ചെയ്യണം. അവർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഏതാത്മാവാണ്? നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് നീ ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല, ചുമ്മാ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ രക്ഷയൊന്നും വരത്തില്ല എന്ന് പറയുമ്പോൾ, പിശാച് നിങ്ങളുടെ വീട്ടിൽ കയറി ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കൈയടിച്ച് ആമേൻ പറയാൻ പോകരുതേ. തിരിച്ചറിഞ്ഞോണേ, പിശാചിന് തൊടാൻ പോലും കഴിയാത്ത രീതിയിൽ, എന്നെ നശിപ്പിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഞാൻ പുത്രനിൽ വിശ്വസിച്ച ഒറ്റ കാരണം കൊണ്ട് ദൈവം എന്നെ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുക. ശോധന ചെയ്യണം. നിങ്ങൾ തന്നെ ശോധന ചെയ്യണം. ഇത് ഏതാത്മാവാന്ന് എനിക്ക് മനസ്സിലായി, നിന്റെ ആഗ്രഹം നടക്കത്തില്ല. ഞാൻ എളുപ്പം പറഞ്ഞു തരാം. പിശാച് ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്കൊരു കൊമ്പും വാലും മൃഗീയമായൊരു രൂപവുമായിട്ട് പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നെന്നിരിക്കട്ടെ. നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്നാ ചെയ്യും? ഓടുന്ന കാര്യം പറയരുത്. എന്ത് ചെയ്യും? പെട്ടെന്ന് വന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും?
പേടിക്കും. വചനം പറയും, വചനം പറയും. അയ്യോ പാമ്പുകളെയും തേളുകളെയും എന്റെ കർത്താവേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം രണ്ട് ഉത്തരവാണ് നമ്മൾ എടുത്തത്. പേടി, ആദ്യം നമുക്കൊരു പേടി വരും. കാരണം പേടി വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു മൃഗീയമായ രൂപം നമ്മൾ കണ്ടത് പെട്ടെന്ന് നമ്മൾ ഏത് മനുഷ്യന്റെ അകത്തൊരു ഭയം ആദ്യം വരും. പക്ഷെ ഈ ഭയം വരുമ്പോൾ തന്നെ നിങ്ങൾ അറിയാതെ യേശുവിന്റെ നാമം പറയും. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ നമുക്ക് അധികാരമുണ്ട്. ഇത് കേട്ടാ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും, ഫിലിപ്പിയ ലേഖനം പറഞ്ഞു, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങും. യേശുവിന്റെ നാമം പറഞ്ഞാൽ പിശാചിന് പിന്നെ മുട്ട് മടക്കാതിരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ പാമ്പുകളെയും തെരുകളെയും ശത്രുവിന്റെ സ്ഥലത്ത് ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ടാ പറയുന്നെങ്കിൽ പോലും, വിറച്ചുകൊണ്ടാ പറയുന്നെങ്കിൽ പോലും നിങ്ങളുടെ വാചനത്തിന്റെ ശക്തിക്ക് മുമ്പിൽ അവന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ശക്തിയല്ല, ദൈവശക്തിയാണ്, വചനത്തിന്റെ ശക്തിയാണ്, യേശുവിന്റെ ശക്തിയാണ്. അപ്പൊ അവന് മനസ്സിലായി കൊമ്പും പാലും മൂക്കും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വചനം പറയുമെന്നും, പേടിയാണെങ്കിൽ പോലും നിങ്ങൾ യേശുവിന്റെ നാമമെങ്കിലും പറയും. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നറിയാവോ? കള്ളപ്രവാചകന്മാർ രൂപത്തിൽ വരും. ഇപ്പൊ എന്നെ പോലൊരു ബ്രദറായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ പാമ്പുകളെയും തൊലുകളെയും ശത്രുവിന്റെ സകലത്വം ചവിട്ടാൻ അധികാരമുള്ളതുകൊണ്ട് പോ പിശാചേ എന്ന് പറയുമോ? നിങ്ങൾ പറ. എന്നെ പോലൊരു ബ്രദറായിട്ട് വന്നാ ഇല്ല, പറയില്ല. ഇല്ല. നിങ്ങൾ വിളിച്ചൊരു ചായ തരും അല്ലേ? അയ്യോ ബ്രദർ എന്റെ വീട്ടിലോട്ട് വാ എന്ന് പറയും. കണ്ടോ? ഇതാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? വിളിച്ച ദൂതനെ പോലെ, ചെന്നായി, ആട്ടിൻ തോലിട്ട ചെന്നായിയെ പോലെ എന്നൊക്കെ പറയാൻ കാരണം ഈ രൂപത്തിൽ ഇവൻ വരും, സുവിശേഷം പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ ഇവനെ ആരും വെട്ടത്തില്ല, ഇവനറിയാം. അവിടെ ആരും യേശുവിന്റെ നാമത്തിൽ പോ പിശാചേ എന്ന് പറയത്തില്ല. അവിടെ ആരും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ വാലത്തെയും ചവിട്ടാൻ പറ്റത്തില്ല. അവൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കും. ഇതാണ് യോഹന്നാൻ സുവിശേഷം 10 പറയുന്നത്, എന്റെ ആടുകളോ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. എന്നാൽ കള്ളന്മാരുടെ ശബ്ദം അവ കൈക്കൊള്ളുന്നില്ല. അപ്പൊ വചനം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. ഞാൻ നശിക്കത്തില്ല. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കൊണ്ട് പിശാച് നമ്മുടെ മനസ്സിൽ വന്നിട്ട് പറയും, ഓ ഇങ്ങനെയൊക്കെയാണ്, പ്രാർത്ഥിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, രക്ഷപ്പെടും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഒറ്റ രാത്രി മതി ജീവിതം മാറാൻ. ഏതു സമയത്തും ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പ്രതീക്ഷിച്ചോണം. ഏതു സമയത്തും ഉണ്ടാവും, ട്വിസ്റ്റ് ഉണ്ടാവും. ഏതു സമയത്തും ദൈവാത്മാവിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഓ ഹല്ലേലൂയ. ഏത് സമയത്തും ഉണ്ടാവും, എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അത് നിങ്ങൾ എപ്പോഴും, ഒരു വിശ്വാസി എപ്പോഴും അലേർട്ടായിരിക്കണം. ഞാൻ ദൈവത്തിലുള്ളവനാണോ? എൻ്റെ ദൈവം ഏത് നിമിഷവും, എനിക്കറിയത്തില്ല എപ്പോഴാണ് സംഭവിക്കുന്നത്, പക്ഷെ ഏത് നിമിഷവും നിങ്ങൾ പ്രതീക്ഷിച്ചോണം, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് തന്റെ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവ് ഈ സമയത്താണോ നീ ഞങ്ങൾക്ക് ദൈവരാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്ന ചോദിച്ചു. ഉടനെ ദൈവം പറഞ്ഞു, ആ സമയങ്ങളെയോ കാലങ്ങളെയോ നിങ്ങൾക്ക് അറിയത്തില്ല. അറിയാമെങ്കിൽ യേശു പറഞ്ഞു, ഞാൻ പറയത്തില്ല. ദൈവത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഏത് സമയത്താണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അറിയത്തില്ല. പക്ഷെ ഇത് കേട്ട് നിങ്ങളെ കുടുക്കിയിടും പിശാച്. എപ്പോഴാണെന്നറിയാവോ? പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിക്കത്തില്ല. അപ്പൊ നിങ്ങളുടെ വിശ്വാസത്തെ എടുത്തെങ്കിൽ മാത്രമേ അവന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ വിശ്വസിക്കുകയാണെ, ഇപ്പൊ നിങ്ങൾ വല്ലാത്തൊരു സങ്കടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളിപ്പോൾ സങ്കടത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വചനമെല്ലാം കേട്ട് ബലപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറക്കും, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറും, ഇപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരിക്കും, വചനം പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുക, ആകെ ബൈബിൾ മാത്രം എൻ്റെ കയ്യിലുള്ളൂ, പക്ഷേ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഉറപ്പിക്കുന്നതിൻ്റെ പേരാണ് പുത്രനിലുള്ള വിശ്വാസം. ഇങ്ങനെ വിശ്വസിക്കുന്നവൻ ഒരു കാലത്ത് നശിക്കത്തില്ല. ഇപ്പൊ നിങ്ങളുടെ വിശ്വാസം പോയാൽ എന്താ സംഭവിക്കുന്നത്? യോഹന്നാൻ 3:16 വെച്ച് ഞാൻ പറയാവേ. ഇവിടെ നിങ്ങൾ നോക്കി, 3:16 നോക്കി, പുത്രനിൽ വിശ്വസിക്കുന്ന നശിക്കത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പോയാൽ എന്നാ സംഭവിക്കുന്നത്? വിശ്വാസം പോയാൽ എന്നാ പറ്റും? വിശ്വാസമാണ് എന്നെ നശിപ്പിക്കാതിരിക്കുന്നതെങ്കിൽ വിശ്വാസം പോയാൽ ഞാൻ നശിക്കും. നോക്കിക്കേ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നിടത്തോളം കാലം നിങ്ങൾ നശിക്കത്തില്ല.
എന്നാണോ പുത്രനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് അന്നു മുതൽ നാശം തുടങ്ങി. അപ്പൊ നിങ്ങൾ പറയും, ബ്രദറെ, ഒരിക്കലും ഞാൻ യേശുവിനെ വിട്ട ഒരു പരിപാടി ഇല്ല. പക്ഷേ കള്ളപ്രവാചകന്മാർ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? അവര് വന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഗലാത്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കും. നോക്കിക്കേ, മറ്റൊരേശുവിനെ അവർ പ്രസംഗിക്കും. അപ്പൊ നോക്കിക്കേ, ബൈബിളിൽ നിന്ന് തന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എന്ത് ചെയ്യും, പല വാക്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കും. ദേ അവിടെ പറഞ്ഞിട്ടില്ല. ഞാനിത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞപ്പോൾ പല ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടായല്ലോ. പുതിയ നിയമവിശ്വാസിയും പഴയ നിയമവിശ്വാസിയും രണ്ടാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് നല്ലതാണ്, സംശയം നിങ്ങളെ വളർത്തുന്നതിന്റെ അടയാളമാണ്. ഞാൻ പറഞ്ഞു, പുതിയ നിയമവിശ്വാസി കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട, പുതിയ നിയമവിശ്വാസി കരയണ്ട, ദൈവത്തോട് ഒരു സാധനത്തിന് കരയണ്ട. നിങ്ങൾ മക്കളാണ്. പഴയ നിയമത്തിൽ ഒരു സ്ഥലത്ത് പോലും ദൈവം ജനത്തെ, ഇസ്രായേൽ മക്കളെ കയറിയിട്ട് ഞാൻ നിങ്ങളുടെ പിതാവെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നാണ് അഡ്രസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവരും പഠിച്ചേക്കുന്നത്. യേശു ദൈവത്തെ പിതാവേന്ന് വിളിച്ചതുകൊണ്ടാണ് അവർ യേശുവിനെ കൊല്ലുവാനും ഉയരത്തിൽ കൊണ്ടുവന്ന് തള്ളിയിട്ട് കൊല്ലുവാനും ശ്രമിച്ചത്. അപ്പൊ അവർക്കൊരിക്കലും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പലരും ചോദിച്ചു, ബ്രദറെ, ദാവീദ് രാജാവ് പോലും കരഞ്ഞു ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? ദാവീദ് രാജാവ് ആരാണ്? ദാസനാണോ പുത്രനാണോ? എന്റെ കൂടെ പറ. പഴയ നിയമത്തിലെ ദാവീദ് രാജാവ് ദാസനാണോ അപ്പൊ ദാസൻ കരയണം. ദാസൻ കരയണമെങ്കിൽ പുത്രൻ കരയേണ്ട ആവശ്യമില്ല. പുത്രൻ അവകാശിയാണ്. നിങ്ങൾ ആരെങ്കിലും, നിങ്ങൾ അപ്പനും അമ്മയും, അല്ലെങ്കിൽ നിങ്ങൾ മാതാവും പിതാവും ആയിരിക്കാം, നിങ്ങൾക്കൊരു മാതാവും പിതാവും ആയിരിക്കാം, നിങ്ങൾ വീട്ടിൽ ആഹാരം കഴിക്കേണ്ടതിന് എത്ര നേരം കരഞ്ഞിട്ട് ആഹാരം കിട്ടുന്നത്? അപ്പൊ നിങ്ങളൊരു കരയുന്ന കുഞ്ഞിനെ പോലെ, ആ കഥയല്ല ഞാനീ പറഞ്ഞത്, അവകാശത്തെ പറ്റിയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പൊ ആ പഴയ നിയമത്തിൽ ഒരു വാക്യം എടുത്തുകൊണ്ട് വന്നിട്ട് പുതിയ നിയമ വിശ്വാസിയോട് സംസാരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അത് ദാസത്വത്തിന്റെ കാലഘട്ടമാണ്. അപ്പൊ നമുക്ക് പഴയ നിയമം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പഴയ നിയമവും പുതിയ നിയമവും രണ്ടും രണ്ടാണ്, ഒന്നല്ല. പക്ഷെ പഴയ നിയമം വേണ്ടെന്നല്ല, പഴയ നിയമത്തിലൂടെയാണ് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെപ്പറ്റിയും ക്രിസ്തുവിനെ പറ്റിയും ദൈവത്തെ പറ്റിയൊക്കെ അറിവുകൾ ലഭിക്കുന്ന സ്ഥലമാണ് പഴയ നിയമം. എന്നാൽ പഴയ നിയമത്തിൽ ഒരു സ്ഥലത്ത് പോലും പുത്രന്റെ അവകാശത്തെ പറ്റി പറയുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് മക്കളെങ്കിലോ എന്ന വാക്ക് വരുന്നത്. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്ന വാക്ക് വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫെയ്ത്ത് കളയുക. ഇപ്പൊ ഈ പ്രതിസന്ധിക്കകത്തിരുന്നു കൊണ്ട് നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പിടിച്ചു നിൽക്കുന്നതിന്റെ കാരണം യേശുവിലെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഇതാണ് നിങ്ങളെ നിർത്തുന്നത്. ഇന്ന് ഈ പ്രാർത്ഥനയിൽ വന്നു ചേരുമ്പോൾ ഈ രാത്രിയിൽ എനിക്കൊരു അത്ഭുതം ഉണ്ടാകുമെന്നും എൻ്റെ അവസ്ഥ മാറുമെന്നും എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും എൻ്റെ കർത്താവ് എൻ്റെ അവസ്ഥകളെ മാറ്റുമെന്നും ഇന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വെച്ചാൽ വിഷമം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാതെ കിട്ടാൻ വേണ്ടി കരയുകയല്ല. സങ്കടപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു എനിക്കത് സാക്ഷ്യമാക്കി മാറ്റുമെന്നുള്ള പുത്രനിലുള്ള വിശ്വാസത്താലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വിശ്വാസത്തെ എടുത്തു കളയുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. അപ്പൊ എങ്ങനെയാണ് ഈ വിശ്വാസം എടുത്തു കളയുന്നത് നോക്കിക്കഴിഞ്ഞാൽ, പുത്രത്വത്തിൽ നിന്നും നിങ്ങളെ പുറത്തോട്ട് ചാടിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ വന്നിട്ട് പറയുകയാണ്, ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം, നിങ്ങൾക്ക് കുറേ ഇപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്നത്. സമാധാനം നിങ്ങളുടെ അവകാശമാണ്, സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്, സന്തോഷം നിങ്ങളുടെ അവകാശമാണ്, നല്ല കുടുംബജീവിതം നിങ്ങളുടെ അവകാശം. ഇതെല്ലാം ക്രൂശിലൂടെ ദൈവം നമുക്ക് നേടി തന്നിരിക്കുന്നു. ആമേൻ. അപ്പൊ ഇവിടെ ഒന്നും നിങ്ങളുടെ കുറവുകൾ ആവശ്യമില്ല, ഇവിടെ ഒന്നും നിങ്ങളുടെ കഴിവുകൾ ആവശ്യമില്ല. പകരം പുത്രനിൽ നിങ്ങൾ നോക്കിയേ, യോഹന്നാൻ 3:16 വാക്യം ഒന്ന് മറക്കല്ലേ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അവിടെ വേറൊരു ഡിമാൻഡ് പറയുന്നില്ല, ഏത് വ്യക്തിയാണെങ്കിലും, നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ ഏതവനാണെങ്കിലും യേശുവിലുള്ള വിശ്വാസത്താൽ നശിക്കത്തില്ല. അതാണ് വിശ്വാസത്തിന്റെ ശക്തി. അവിടെ നിങ്ങളുടെ കഴിവ് ചോദിച്ചില്ല ദൈവം, ബലഹീനത ചോദിച്ചില്ല. കാരണം പുത്രനിൽ വിശ്വസിക്കുന്നവന് ഒരു പ്രത്യേകതയുണ്ട്. അതാണ് യോഹന്നാൻ പറഞ്ഞേക്കുന്ന ആ വാക്യത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് ഞാൻ ഓടി വരാവേ. നമ്മുടെ താഴേക്ക് വായിക്കുമ്പോൾ ആ വാക്യം അവിടെ കാണാൻ പറ്റും.
ദൈവം തന്റെ തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതുണ്ടോ, യേശുവിനാൽ ജീവിക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിന് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ, അപ്പൊ യേശുവിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്, യേശുവിലൂടെയാണ് നാം ജീവിക്കുന്നത്. നോക്കി, എന്നിട്ട് 17-ാമത്തെ വാക്യം പറഞ്ഞു, തന്റെ ദൈവം തന്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാ. അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷപ്പെടും. നോക്കി ഈ വാക്യം നോക്കി, രക്ഷിക്കപ്പെടുവാൻ അത്രേ. പുത്രനിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുക അത്ര തന്നെ ചെയ്യും. അപ്പൊ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ് കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ യേശുവിലുള്ള വിശ്വാസമാണ് എൻ്റെ ധൈര്യം, യേശുവിലെ വിശ്വാസമാണ് എൻ്റെ ബലം. ഇതെപ്പോഴാണോ എൻ്റെ കരത്തിൽ നിന്നും പോകുന്നത്, അവിടെ മുതല് ഞാൻ എന്ത് സംഭവിക്കുന്നറിയാവോ, പിശാചിന്റെ ഉപദേശത്തിലേക്ക് ഞാൻ മറിയാൻ തുടങ്ങും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും നിങ്ങൾ മുറുക്ക പിടിച്ചോണം, ഞാൻ മകളാണ്, മകനാണ്. മകൻ കരഞ്ഞതുകൊണ്ടല്ല വീട്ടിൽ ആഹാരം കിട്ടുന്നത്, മകൻ കരഞ്ഞതുകൊണ്ടല്ല അപ്പനും അമ്മയും അവന് വീട് വെച്ചു കൊടുക്കുന്നത്, മകൻ കരഞ്ഞതുകൊണ്ടല്ല അവന് നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കുന്നത്, മകൻ കരഞ്ഞതുകൊണ്ടല്ല അപ്പനും അമ്മയെ സ്നേഹിക്കുന്നത്. മകൻ അപ്പന്റെയും അമ്മയുടെയും അവകാശിയാണ്. ഇത് മുറുക്ക പിടിച്ചോണേ, ഇത് മുറുക്ക പിടിച്ചോണേ. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ കഴിവും മിടുക്കുമൊന്നും അല്ല ഇവിടെ. പക്ഷെ നമ്മുടെ കഴിവും മിടുക്കുമൊക്കെ വേണമെന്ന് പഠിപ്പിക്കുന്ന ഉപദേശമുണ്ട്. അവിടെയാണ് ഞാൻ ഈ ഉപവാസത്തിന്റെ ക്ലാസ്സുകൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ബ്രദറെ ഉപവാസത്തെ പറ്റി ബ്രദർ ഒന്ന് പറയണം. ഞാനൊന്ന് തൊട്ടു പോവുകയാണെ. ഈ പുതിയ നിയമത്തിൽ ഉപവാസവും പഴയ നിയമത്തിൽ ഉപവാസവും പറഞ്ഞു തരാം. പുതിയ നിയമത്തിൽ ഉപവാസം ഒരത്ഭുതം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഉപവസിക്കുന്നതല്ല. പുതിയ നിയമത്തിൽ നിങ്ങൾ ഉപവസിക്കുക, ബ്രദറെ എൻ്റെ കുടുംബത്തിലെ വിഷയം മാറാൻ വേണ്ടി ഞാൻ 3 ദിവസം ഉപവാസം ഇരിക്കാൻ വേണ്ടി പോവാം എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ ഉപവാസം ആ വിഷയത്തെ അത്ഭുതമാക്കാൻ വേണ്ടി ഉള്ളതല്ല. പകരം ബൈബിളിൽ നോക്കണം, എന്താ നിങ്ങളുടെ വിഷയം. അതിനുവേണ്ടി യേശു ക്രൂശിൽ പരിഹാരം കൊടുത്തോ? യേശു അതിനുവേണ്ടി വില കൊടുത്തോ? വില കൊടുത്തുവെങ്കിൽ വില കൊടുത്തതിനെ വീണ്ടും വില കൊടുത്ത് മേടിക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. അപ്പൊ പുതിയ നിയമത്തിൽ ഉപവാസം എന്ന് പറഞ്ഞാൽ കിട്ടാൻ വേണ്ടി ഉപവസിക്കുകയല്ല. ഉപവാസം എന്ന വാക്കിനർത്ഥം കൂടെ വസിക്കുക, കൂടെ വസിക്കുക. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക, യേശുവിന്റെ കൂടെ. ഇപ്പം 3 ദിവസം നിങ്ങൾ ഉപവസിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഇന്ന് ഞാൻ ബ്രദറെ ഉപവാസത്തിലാണ്, രാവിലെ ഞാൻ വീട്ടിലെ കഞ്ഞിയും കറിയും എല്ലാം വെച്ചു കൊടുത്ത് ഞാൻ ഉപവാസത്തിലാണ്. ഇപ്പൊ എവിടെ പോവാ സിസ്റ്റർ? എനിക്ക് രാവിലെ ജോലിയുണ്ട്, ഞാൻ ജോലി സ്ഥലത്ത് പോയിരുന്ന് ഉപവസിക്കുക. തെറ്റാണ് ഉപവാസം. കൂടെ വസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കണം. ബൈബിളും പ്രാർത്ഥനയായിട്ട് വീട്ടിൽ ഇരിക്കണം. അവിടെ ഇരുന്നുകൊണ്ട് പാട്ടൊക്കെ പാടി ദൈവത്തെ ആരാധിച്ച് ആ വചനമൊക്കെ വായിച്ച് യേശുവിനെ സ്തുതിച്ച് ആ കൂടെ ഇരിക്കുക. ആഹാരമൊക്കെ മറന്നിരിക്കുന്നതാണ് പുതിയ നിയമത്തിലെ ഉപവാസം. പഴയ നിയമത്തിലെ ഉപവാസം എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്. റെട്ടിലും വെണ്ണീറിലും ഒക്കെ ഇരുന്ന് ചുമന്ന പശുവിനെ കരിച്ച് അതിന്റെ ചാരം വാരി തലയെ എറിഞ്ഞ് ന്യായപ്രമാണത്തിൽ 1200 കൽപ്പനകൾ ഏറ്റുപറഞ്ഞു വേണം പഴയ നിയമത്തിലെ ഉപവാസം. കരുണ കിട്ടാൻ വേണ്ടിയുള്ള ഉപവാസം. അത് ദൈവത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഉപവസിക്കുന്ന പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കിട്ടാൻ വേണ്ടി ഉപവസിക്കുന്നതല്ല, പകരം യേശുവിന്റെ കൂടെ വസിക്കുക. ഇതാ വ്യത്യാസം കണ്ടത്. തൊട്ട് വിടുവാണ്. ഒരു ദിവസം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അയക്കാം. ഇതിൻ്റെ അകത്ത് സംശയം വരുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രയറിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. ആമേൻ. അപ്പം ഇപ്പൊ ഇവിടെ നോക്കി, യേശുവിലുള്ള എൻ്റെ വിശ്വാസം ഞാൻ നശിച്ചു പോകത്തില്ല എന്നുള്ള വിശ്വാസമാണ്. അപ്പം കള്ളപ്രവാചകന്മാർ വന്നിട്ട് എന്ത് ചെയ്യും? എന്നോട് നിങ്ങൾ ഓർത്തോ, ഓരോ പ്രവചനം കേൾക്കുമ്പോഴും ചിലർക്ക്, എനിക്കറിയാം പ്രവചനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം അല്ലേ, നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ കാര്യങ്ങൾ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ് പ്രവചനം കേൾക്കുന്നത്? എത്ര പേർക്ക് ഇഷ്ടമാണ്? ഇഷ്ടമാണ് ബ്രദറെ. എല്ലാവർക്കും ഇഷ്ടമാണ് പ്രവചനം കേൾക്കാൻ. പ്രത്യേകിച്ച് പ്രവചനം വലിയൊരു രസമുള്ള കാര്യമാണ്. കാരണം എനിക്കും ഇഷ്ടമാണ്. കാരണം നമ്മൾ ഈ പ്രവചിക്കുമ്പോൾ, നമ്മൾ ഇന്നലെ എത്ര പേര് ഇത് കേട്ടെന്ന് എനിക്ക് അറിയത്തില്ല, 17 വർഷം മുമ്പ് ആ സഹോദരന്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യത്തിലേക്ക്, ആ ഒരു സ്ഥലത്തിലേക്ക് പ്രവചിക്കുന്ന ഒരു വ്യക്തിക്ക് സഞ്ചരിക്കാൻ പറ്റും. അത് വലിയൊരു അനുഗ്രഹമായിട്ടോ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും ആ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. നിങ്ങൾക്ക് 2025 ഇരുന്നു കൊണ്ട് കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച കാണുവാൻ ഇന്നലെ സഹോദര സാക്ഷി നമ്മൾ കേട്ടല്ലോ. 17 വർഷം മുമ്പ് ആ കുടുംബത്തിൽ ആ നീല വസ്ത്രത്തിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ കാണിക്കുന്നതും ആ ചരിത്രത്തിൽ അന്ന് നടന്ന സ്ഥലത്തേക്ക് നമുക്ക് ആത്മാവിൽ സഞ്ചരിക്കാൻ പറ്റും. അത്രയും വർഷം പുറകോട്ട് പോകുവാനും തിരിച്ച് 2026-ലോ 2030-ലോ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിലേക്കൊക്കെ ആത്മാവിൽ മൂവ് ചെയ്യാൻ പറ്റും.
നമ്മളെ വളരെ രീതിയിൽ ത്രസിപ്പിക്കുന്നതാണ്. പക്ഷെ ഇവിടെ കൊടുത്തിരുന്ന വാക്ക് നോക്കിയ കള്ളപ്രവാചകന്മാരും വരും. കള്ളപ്രവാചകന്മാർ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നിങ്ങളെ എന്ത് ചെയ്യും? യേശുവിലുള്ള വിശ്വാസത്തിൽ നിന്നും നിങ്ങളെ തിരിക്കുവാൻ വേണ്ടി പല കാര്യങ്ങളും പ്രവചിക്കുമ്പോൾ വിവേചിക്കണം, ശോധന ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രവചനം കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്ന് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞു, ഒന്ന് ആത്മീക വർധനം ഉണ്ടാകണം, 2 പ്രബോധനം ഉണ്ടാകണം, 3 നിങ്ങളുടെ അകത്തൊരു ഉറപ്പ് വരും. ഇത് പ്രവചനം കേൾക്കും വരുന്നില്ല, ഭയങ്കര പേടി വരും. ഒരു സഹോദരി പറഞ്ഞു, "യോ ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ ആ സഹോദരൻ പല കാര്യങ്ങളും എന്നെ പറ്റി പലതും വെളിപ്പെടുത്തി, അത് കേട്ട മുതലേക്ക് ഭയങ്കര പേടി." അത് ദൈവാത്മാവിന്റെ പ്രവചനമല്ല കേട്ടോ. നിങ്ങളെ പേടിപ്പിച്ച് വിശ്വസിപ്പിക്കേണ്ട ആവശ്യം ദൈവത്തിനില്ല. നിങ്ങളെ പേടിപ്പിച്ച് വിശ്വസിപ്പിക്കേണ്ട അവസ്ഥ ദൈവത്തിനില്ല. പകരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവചനം എന്ന് പറയുക ഒന്ന് ബലപ്പെടുത്തുക നിങ്ങളെ. ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കർത്താവിലുള്ള ദൈവികമായ പ്രവചന ശുശ്രൂഷ വെളിപ്പെടുമ്പം ചിലപ്പോൾ നിങ്ങളോട് അത് ഇടപെട്ടില്ലെങ്കിലും അത് കേൾക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷവും ആശ്വാസവും ഉണ്ട്? എനിക്ക് ആശ്വാസം എനിക്ക് സന്തോഷമുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമല്ലോ. അയ്യോ, എന്നോടത് ഇടപെട്ടില്ലെങ്കിൽ പോലും കർത്താവ് ഇത് കേൾക്കുന്നത് നമുക്കൊരു സന്തോഷമല്ലേ, നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. അതാണ് ദൈവത്തിന്റെ പ്രവചനം. ദൈവാത്മാവ് നമ്മോട് ഇടപെടും നമ്മളെ മുടിപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മളെ പണിതെടുക്കാൻ വേണ്ടിയും നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടി, ധൈര്യപ്പെടുത്താനും വേണ്ടി. അതാണ് ഇപ്പോൾ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞത്, നമുക്ക് പ്രബോധനം തരികയാണ്, ഒന്നും കൂടെ നമ്മളെ ഒന്ന് ബലപ്പെടുത്തുകയാണ്, ഒന്നും കൂടെ നമ്മളെ ഒന്ന് ഉറപ്പിക്കുക. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ധൈര്യം, യേശു എൻ്റെ കൂടെയുണ്ട്. ആമേൻ. എന്നാൽ യേശുവിലുള്ള വിശ്വാസത്തിൽ നിന്നും എന്നെ പുറത്ത് ചാടിച്ചെങ്കിൽ മാത്രമേ അവൻ എന്നെ നശിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പല വിശ്വാസികൾക്കും വിശ്വാസമില്ല. ഞാൻ ഒത്തിരി പേരെ കാണാറുണ്ട്, ഭയങ്കര ആരാധനയാണ്, 40-50 ഒക്കെ ഉപവാസം ഇരിക്കും, പക്ഷെ ഉറപ്പില്ല അവർക്ക്. ഞാൻ ചോദിക്കാറുണ്ട്, കർത്താവ് ചെയ്യുവോ? എല്ലാം ദൈവത്തിന്റെ കയ്യിലാണല്ലോ. പിശാചാണെങ്കിൽ എൻ്റെ വീട്ടിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ യേശുവിലുള്ള വിശ്വാസം എന്നോട് പറഞ്ഞു, നീ നശിക്കത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞ്, യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ ഒരു കാലത്തും നശിക്കത്തില്ലെന്ന് പറഞ്ഞേ. ഞാൻ ഒരു കാലത്തും നശിക്കത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ അകത്തൊരു ഉറപ്പ് ഉണ്ടാകണം, ഞാൻ നശിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരില്ല എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ തന്നെ എണ്ണണം. ഇതാണ് ശോധന ചെയ്യണം. കള്ളപ്രവാചകന്മാർ വന്നിട്ട് എന്ത് ചെയ്യും? അതുകൊണ്ടാണ് എല്ലാ സുവിശേഷങ്ങൾക്കും തല കൊണ്ട് വെക്കരുത്. എല്ലാ പ്രവാചകന്മാരും, ചിലരുണ്ട് എല്ലാ പ്രവചനത്തിനും പോയി തല വെക്കും. ചെയ്യരുത്, ശ്രദ്ധിച്ചോണെ, ശോധന ചെയ്യണം. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നല്ലത് മുറുക്കെ പിടിച്ച് തീയതിനെ തള്ളിക്കളയണം. ഇത് ഓർത്തോണേ. അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ആര് കയറി വരുമെന്നറിയാവോ? കള്ളപ്രവചനത്തിന്റെ ആത്മാവ് കയറി വരും. അതെന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. യേശുവിലുള്ള വിശ്വാസം എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം നോക്കിയല്ല ഞാൻ നിൽക്കുന്നത്, ഇതൊക്കെ മാറും. എന്നാ ഉറപ്പ്? ഞാൻ വചനം എന്ന വിത്ത് വിതച്ചോണ്ടിരിക്കുക, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ അത് നനച്ചോണ്ടിരിക്കുക. നാളെ ഞാനിത് കൊയ്തെടുക്കുന്നത് എൻ്റെ സാക്ഷ്യത്തിന്റെ സമയമാണ്. അവിടം വരെ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കർത്താവ് എനിക്ക് തൂണാ, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? അപ്പൊ വചനം ഇന്ന് പറയാൻ പറ്റുന്നുണ്ടോ? പ്രതികൂലത്തിന്റെ അകത്തും ഉറപ്പിച്ചോ, നിങ്ങൾ വിത്തെറിഞ്ഞുകൊണ്ടിരിക്കുക, ദൈവാത്മാവ് കൂടെ നിന്ന് നനച്ചുകൊണ്ടിരിക്കുക. ചാടിപ്പോകരുത് കേട്ടോ. ഇപ്പൊ കൃഷിയെല്ലാം വിത്ത് വിതച്ചിട്ട് കൃഷിക്കാരൻ ഉച്ചയായപ്പോഴേക്കും ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിക്കാരൻ ട്രാക്ടർ എടുത്തുകൊണ്ട് അത് മൊത്തം കിളച്ച് കളഞ്ഞാൽ എന്നാ സംഭവിക്കും? കരഞ്ഞിട്ട് കാര്യമില്ല. വിതയ്ക്കുന്നവന് ക്ഷമ വേണം. ഈ ദിവസങ്ങളിൽ സങ്കടം വന്നേക്കാം, ഈ ദിവസങ്ങളിൽ പ്രയാസം വന്നേക്കാം. എനിക്ക് യാക്കോബിനെ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, പറഞ്ഞിട്ട് അവസാനിപ്പിക്കാവേ. യാക്കോബിന് ചില ക്വാളിറ്റി ഉണ്ട്. യാക്കോബ് കാര്യം കുതികാൽ വെട്ടുന്ന മനുഷ്യനെന്നൊക്കെ കാര്യം പറയുന്നുണ്ടെങ്കിൽ തൻ്റെ സഹോദരൻ തന്നെ കൊല്ലാൻ വേണ്ടി ഓടിക്കുകയാണ്. പായസം കൊടുത്ത് മയക്കി തൻ്റെ പിതാവിൽ നിന്നും ജ്യേഷ്ഠാവകാശമൊക്കെ മേടിച്ച കാര്യമൊക്കെ ആണെങ്കിൽ പോലും ഇത് മുന്നമേയുള്ളൊരു പ്രവചനം. കാര്യം പുള്ളി കാണിച്ച് ശരിയല്ലെങ്കിൽ പോലും ഇതൊക്കെ നിവൃത്തിയാവുള്ള പ്രവചനമാണ്. ഇദ്ദേഹം എല്ലാം വിട്ട് കുടുംബത്തിൽ നിന്ന് ഇറങ്ങി ഓടി, ഒന്നുമില്ലാത്ത മനുഷ്യനെ പോലെ നിലത്ത് കല്ല് വെച്ച് കടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ദൈവത്തിൻ്റെ ഒരു സ്വപ്നമുണ്ടായി, പ്രത്യക്ഷതയുണ്ടായി, ഒരു കാഴ്ച കാണുക, ഒരു കോവിണി, ഒരു ഏണി കാണുകയാണ്. അതിൻ്റെ അകത്ത് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടു. അതിൻ്റെ ഏറ്റവും അറ്റത്ത് ഉയരത്തിൽ യഹോവയായ ദൈവം നിൽക്കുന്നത് കണ്ടു. അവിടെ ചാടി എണീറ്റിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, യഹോവ ഇവിടെയുണ്ട്, ഞാനോ അത് അറിഞ്ഞില്ല.
നമ്മളാണ് എന്നെ പറഞ്ഞേനെ, വീടിൻ്റെ അകത്ത് നല്ല ഫാനുണ്ട്, AC ഉണ്ട്, മുറ്റത്ത് കാറുണ്ട്, ബൈക്കുണ്ട്, വേണ്ട സൈക്കിളെങ്കിലും ഉണ്ടല്ലോ, ഒരു വീടെങ്കിലും വാടകയ്ക്കാണെങ്കിലും വീടെങ്കിലും ഉണ്ടല്ലോ. നമ്മൾ പറയുന്നത് എന്തുവാ? ഓ, കർത്താവ് ഇതൊന്നും കാണുന്നില്ല, ദൈവം എൻ്റെ കൂടെ ഒന്നും ഇല്ലേ? ഇവിടെ നിലത്ത് കിടക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നിലത്ത് കിടക്കുക. തലവണയ്ക്ക് പകരം കല്ല് വെച്ച് ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ നിലത്തോട്ടൊരു കല്ല് വെച്ചിട്ട് തല വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഇങ്ങനെ കിടക്കുന്ന മനുഷ്യൻ പറയുക, യഹോവ ഇവിടെ ഉണ്ട്, ഞാനോ അത് അറിഞ്ഞില്ല. എല്ലാ സുഖങ്ങളുള്ള നമ്മൾ പറയുന്നത് എന്തുവാ? ദൈവം ഇവിടെ ഇല്ല, ദൈവം എന്നെ കാണുന്നില്ലേ, എൻ്റെ കർത്താവേ നീ ഇവിടെ ഇല്ലേ? ഇവിടെ നിലത്ത് കിടക്കുന്നവൻ പറയുന്നു, ദൈവം ഇവിടെയുണ്ട്, ഞാനോ അതറിഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പൊ അവസ്ഥയല്ല നമ്മളെ വിശ്വാസത്തിൽ നിർത്തുന്നത്, നമ്മുടെ അവസ്ഥയല്ല നമ്മുടെ ജീവിതം. ഇതൊക്കെ മാറും. പിന്നീട് യാക്കോബിനെ കാണുമ്പോൾ നമുക്കറിയാം, ദൈവം അവനെ ഇസ്രായേലാക്കി മാറ്റി. ദൈവത്തിന്റെ ഇസ്രായേലാക്കി, മനുഷ്യനോടും ദൈവത്തോടും മല്ല് പിടിക്കുന്നവനാക്കി ദൈവം മാറ്റി. കാരണം അവൻ നിലത്ത് കിടക്കുമ്പോഴും പറഞ്ഞു, ദൈവം ഇവിടെയുണ്ട്, ഈ നിലത്ത് എൻ്റെ കൂടെ ദൈവം ഉണ്ട്, എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. ഈ അവസ്ഥയിലും എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് പറ. ഈ അവസ്ഥയിലും എന്റെ യേശു എന്റെ കൂടെയുണ്ട്. ആമേൻ. ഇങ്ങനെ പറയണം നിങ്ങൾ. അവിടെ നിങ്ങളുടെ അവസ്ഥകൾ മാറും. നിങ്ങളുടെ അവസ്ഥകൾ മാറും. എൻ്റെ കുഞ്ഞ് ഇപ്പൊ വിഷമിച്ചുകൊണ്ടിരിക്കുക, ഞാനും കൊച്ചു കരഞ്ഞുകൊണ്ടിരിക്കുക, ഇപ്പൊ വിഷയങ്ങൾക്ക് ഒരു മാറ്റം വരുന്നില്ല. എൻ്റെ കർത്താവെ നീ ഇതൊന്നും കാണുന്നില്ലെന്നല്ല, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ പറഞ്ഞു പഠിച്ചു നോക്കിക്കേ. കള്ളപ്രവാചകന്റെയും എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന് പിന്നെ നിങ്ങളുടെ പെരക്കകത്ത് നിൽക്കാൻ പറ്റത്തില്ല. കാര്യം യേശു കൂടെ ഉണ്ടെന്ന് ഒരാൾ വിശ്വസിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവൻ പിന്നെ നശിക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെയാണ് നിങ്ങൾ വ്യത്യാസം. യേശുവിന്റെ ആത്മാവ് ഉള്ള വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് എപ്പോഴും ഉറപ്പുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്. ഇതാണ് യാക്കോബ് പറഞ്ഞത്. നിലത്ത് കിടക്കുമ്പോഴും പറഞ്ഞു, ദൈവം ഇവിടെ ഉണ്ട്, ഞാനോ അത് അറിഞ്ഞില്ല, ഞാനോ അത് അറിഞ്ഞില്ല. അപ്പൊ ഈ ദിവസങ്ങളിൽ അറിയണമേ, എൻ്റെ കുടുംബത്തിൽ ഞാൻ ആ വിഷയത്തിന്റെ അകത്ത് സ്ട്രഗിൾ ചെയ്യുമ്പോഴും, നിങ്ങൾ ഈ കടന്നു പോകുന്ന പ്രശ്നത്തിന്റെ അകത്ത് നിങ്ങൾ ഞെരുങ്ങുമ്പോഴും ഒറ്റയ്ക്കല്ല, യേശു കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്, സൈന്യങ്ങളുടെ യഹോവ കൂടെയുണ്ട്. പിന്നെ എന്താണ് പ്രവർത്തിക്കാത്തത്? തക്ക സമയത്ത് നോക്കിക്കോ, തക്ക സമയത്ത് പ്രവർത്തിക്കും. കൂടെ ഉണ്ട്, പേടിക്കണ്ട. ശത്രുവിന് എത്ര ബലമുണ്ടെങ്കിലും തൊടത്തില്ല. എൻ്റെ ബ്രദറെ എല്ലാം കൈവിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഒന്നും നടന്നില്ലെങ്കിൽ എൻ്റെ പരിപാടി അതോ ഗതിയാണ്, എല്ലാം കട്ടപ്പുകയാണ്. ഒന്നും ദൈവമേ എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് കാണണ്ട. നിങ്ങൾ നോക്കിയാൽ കാണുന്നത് മൊത്തം മൂടിക്കിടക്കുന്ന കടല, നിങ്ങൾ നോക്കിയാൽ കാണുന്ന മൊത്തം ഫറവോനെയാ. പക്ഷെ യഹോവയായ ദൈവം നോക്കിയാൽ അതിൻ്റെ നടുക്കൂടെ ഉണങ്ങിയ ഒരു നിലവുണ്ട്, ഒരു വഴിയുണ്ട്. ഈ വെള്ളം ചിറ പോലെ നിൽക്കും. എപ്പോഴും നമുക്കകത്ത് ദൈവസന്നിധിയിൽ ഇതാണ് ശോധന ചെയ്യണം നമ്മളെ തന്നെ. നമ്മൾ ആരാണ്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണെന്നാണ് യോഹന്നാൻ പഠിപ്പിക്കുന്നത്. അത് വിട്ടു മാറിപ്പോകരുത്. ദൈവത്തിലുള്ളവന്റെ പ്രത്യേകത ഫുൾ ഗ്യാരണ്ടിയാ. ഈ ഗ്യാരണ്ടിയിൽ നിന്നും പിശാചിന്റെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏതെങ്കിലും പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സാത്താനെ പറ്റിയുള്ള വലിയ വാക്ചാതുര്യമുള്ള പ്രസംഗങ്ങളും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയ പ്രശ്നക്കാരാണെന്നും നിങ്ങൾ കുഴപ്പത്തിലാണെന്നും നിങ്ങൾ ഭയങ്കര പ്രതിസന്ധിയിലാണെന്നും ഒക്കെ പ്രസംഗിച്ച് നിങ്ങളെ അങ്ങോട്ട് കൈയടിപ്പിക്കുന്ന പ്രസംഗം കേൾക്കുമ്പോൾ ഓർത്തോണം, അത് ഈ പ്രസംഗം എന്നെ എവിടെ കൊണ്ടുപോവുകയാണ്? എൻ്റെ ഉറപ്പിൽ നിന്ന് താഴേക്ക് കൊണ്ടുപോവുക. നല്ല രസമല്ല കേൾക്കാൻ, നല്ല രസമല്ല. നമ്മുടെ ആ ഇമോഷനിൽ കയറി പിടിച്ച് അവിടുന്ന് ഒരു പരിപാടിയുണ്ട് നമ്മളെ. ഓ, നിന്റെ അവസ്ഥയിൽ നീ കരഞ്ഞിട്ട് സാരമില്ല, നിന്നെപ്പോലെ കരഞ്ഞ ഒത്തിരി പേര് ബൈബിളിലുണ്ട്. ഹന്ന കരഞ്ഞു, അവര് കരഞ്ഞു, ഇവര് കരഞ്ഞു, അവർ നിലവിളിച്ചപ്പോൾ നീയും ആ പാതയിലാന്ന് പറയുമ്പോൾ പറയണം, അല്ലല്ലല്ല, ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരനാണ്, ഞാൻ കരയേണ്ടവനല്ല. സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. മനസ്സിലായ വ്യത്യാസം കണ്ടോ? ഇതാണ് ശോധന ചെയ്യാൻ പഠിക്കണം. ആരെങ്കിലും പറയുവാണ്, അയ്യോ പിശാച് നിങ്ങളുടെ വാതിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക, മൊത്തം കൊണ്ടേ പോകത്തില്ല, നശിക്കത്തില്ല. മക്കളെ പറ്റി അപ്പം പറയുന്ന ഒരു കാലത്തും നശിക്കത്തില്ല. ഇതാണ് വ്യത്യാസം. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് പറയാൻ തുടങ്ങിയാൽ അവിടെ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ലൗകികന്മാരെന്ത് ചെയ്യും? ലോകത്തിലുള്ളത് പറഞ്ഞു. അതിനെ കേൾക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങൾ പറയും യേശു വഴി തുറക്കുമെന്ന് പറയുമ്പോഴേക്കും ഭർത്താവ് പറയും, പിന്നെ യേശു ഇപ്പം നൂലെ കെട്ടി ഇറക്കി തരാൻ വേണ്ടി പോവല്ലേ?
മക്കള് പറയും വേറെ പണിയൊന്നുമില്ലേ അമ്മേ അച്ഛ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി. നോക്കി, ലൗകികന്മാര് പറഞ്ഞു നോക്കിയേ, അവർ ലൗകികമായിട്ട് സംസാരിക്കുന്നു. ലോകം അവരെ കേൾക്കത്തുള്ളൂ, അവര് കൂടെ നിങ്ങളെ കളിയാക്കും കണ്ടോ. പിന്നെ ഭയങ്കര ഒരു പ്രാർത്ഥനക്കാര് വന്നേക്കുന്നു കണ്ടോ. ഇതാ ഈ കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ തളരരുതേ, അവർക്കിത് മനസ്സിലാകാത്തോണ്ടാ. നമ്മൾ ഹിന്ദിക്കാര് പറയുന്നത് കേട്ടിട്ട് വല്ലോ, എനിക്കറിയത്തില്ല ഹിന്ദി കേട്ടോ, നമ്മളിങ്ങനെ ഇരിക്കത്തില്ല, എന്തുവാ പറയുന്നത്, ഇതേപോലെയാണ് നിങ്ങൾ വിശ്വാസം പറയുമ്പോൾ ലോക മനുഷ്യനിരിക്കുന്നത്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ കളിയാക്കുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കരുതേ, അവന് നിങ്ങളുടെ ഭാഷ അറിയത്തില്ല. നിങ്ങൾ പറയുന്ന വിശ്വാസത്തിന്റെ ഭാഷ അവൻ അറിയത്തില്ല. തീ ഇറക്കുമെന്ന് പറഞ്ഞാൽ അവൻ ചിരിക്കും, അവൻ കളിയാക്കും, അവൻ പരിഹസിക്കുമ്പോൾ അവൻ നിങ്ങളുടെ ലാംഗ്വേജിനെ കളിയാക്കുന്നത്. അവൻ ആ ഭാഷ അറിയാത്തത് കൊണ്ടാ, അവൻ ആ ഭാഷ മനസ്സിലാകാത്തത് കൊണ്ടാ. അവനും ലോകവും തമ്മിൽ ചേരും, നിങ്ങളും അവരും തമ്മിൽ ചേരത്തില്ല. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. ഈ ദിവസങ്ങളിൽ വിശ്വസിച്ചാണ്, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാ, ഞാൻ നശിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരില്ല കേട്ടോ, എൻ്റെ ഇല്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇല്ല. നിങ്ങൾ ആദ്യം ഒന്ന് വിശ്വസിച്ചേ, എൻ്റെ വീട്ടിൽ യേശു ഉണ്ടേ, എൻ്റെ കൂടെ കർത്താവുണ്ടേ. അയ്യോ, ഈ അവസ്ഥയിലും യേശു ഉണ്ടെന്ന് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? വീട് മൊത്തം ജപ്തിയിലാണ്, പ്രതിസന്ധി മൊത്തം വലിയ വെള്ളം പോലെ, പെരുവെള്ളം പോലെ കഴുത്തിന് മുറ്റം നിൽക്കുവാണ്. ഇപ്പോഴും എങ്ങനെ പറയാൻ പറ്റി? ഒന്നുമില്ലാതെ നിലത്ത് കിടക്കുന്ന തലയണ കല്ലാക്കി വെക്കുന്ന വ്യക്തിക്ക് പറയാമെങ്കിൽ, ദൈവം ഇവിടെ ഉണ്ടെന്ന് പറയാമെങ്കിൽ, വാടക വീടുള്ള എനിക്ക് എത്ര അധികം പറയാൻ പറ്റും? നമുക്കൊന്നില്ലെങ്കിൽ തലവണയെങ്കിലും ഇല്ലേ, ഒരു കട്ടിലെങ്കിലും ഇല്ലേ, ഒരു പായെങ്കിലും ഇല്ലേ? ഇതൊന്നുമില്ലാത്ത വ്യക്തി പറഞ്ഞു ദൈവം ഇവിടെയുണ്ട്. ഞാനോ അത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര അധികം നിങ്ങൾ പറയണം? ഇപ്പൊ വ്യത്യാസം മനസ്സിലായോ? ദൈവം എൻ്റെ കൂടെയുണ്ടേ, അവൻ തള്ളിക്കളയത്തില്ല, അവൻ എന്നെ ഉപേക്ഷിക്കത്തില്ല. അല്പവിശ്വാസി നീ എത്ര അധികമെന്ന് ബൈബിൾ പറയുന്നത് പോലെ എൻ്റെ ദൈവം എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ ചിന്തിക്കരുത് ഇതെന്റെ അവസാനമാണെന്നൊക്കെ. ഇതൊക്കെ മാറും, ഇതൊക്കെ മാറും. ഞാൻ നിങ്ങളെ ലോട്ടറിക്കാരൻ പറഞ്ഞ പോലെ നാളെയാണ് നാളെന്ന് പറയുന്ന പ്രയോജനമില്ല. ഏത് സമയത്തും ദൈവം പ്രവർത്തിക്കും. കാത്തിരിക്കണം, കാത്തിരിക്കുന്നവരാണ് നമ്മൾ. അത് വരും നിശ്ചയം. സ്വർഗീയ നല്ല പിതാവേ, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞങ്ങൾ ഓരോ മക്കളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ, അവരുടെ ജീവിത നിലവാരങ്ങൾ വ്യത്യാസം വരട്ടെ, അവർ പ്രതിസന്ധികൾ വ്യത്യാസം വരട്ടെ. എല്ലാ ശാരീരിക ക്ഷീണത്തോടും ഞങ്ങൾ കൽപ്പിക്കുന്നപ്പ, അവരുടെ ജീവിതം വിട്ട് മാറിപ്പോകട്ടെ. ദിവ്യ സമാധാനം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ, ദിവ്യ സമാധാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സകല പ്രതികൂലങ്ങളും മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി പറയുന്നപ്പാ, യേശുവേ നന്ദി പറയുന്നപ്പാ. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ഭവനത്തെ കാണിക്കുക. ഈ കുറേ ലോട്ടറി ടിക്കറ്റുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന, എടുത്തിട്ട് അടുക്കടുക്കി വെച്ചിരിക്കുന്ന, കയറി വരുമ്പോൾ തന്നെ ഒരു കണ്ണാടിയുണ്ട്, ആ കണ്ണാടിയുടെ ചുവട്ടിലായിട്ട് ഇങ്ങനെ കുറേ ലോട്ടറി ടിക്കറ്റുകൾ എടുത്തത് വെച്ചിട്ടിരിക്കുന്ന, ഒരു കണ്ണാടിയുടെ തൊട്ട് അടുത്ത് തന്നെ, കയറി വരുന്ന ഹോളിൽ തന്നെ കണ്ണാടി വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ കുറേ ലോട്ടറി ടിക്കറ്റ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു അടയാളം കാണിക്കുവാണേ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നഷ്ടത്തിലൂടെ കടന്നു പോയവരാ, ഒത്തിരി നഷ്ടത്തിലൂടെ കടന്നു പോയവരാ. ഇന്നും പല കാര്യങ്ങളും കൺമുമ്പിൽ വന്നിട്ട് അത് മാറിപ്പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും വലിയ പ്രതീക്ഷയോടെ, ഞാൻ ലോട്ടറിക്കാരെ അല്ല പറയുന്നത്, പ്രതീക്ഷയോടെ വന്നത് കൺമുമ്പിൽ നിന്നും മാറിപ്പോയി. ദൈവസന്നിധിയിൽ പലപ്പോഴും ഭാരപ്പെട്ടു. ആ വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ, ആ വ്യക്തി, ഈ അടയാളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ എന്ന് ഞാൻ ആലോചനയെ സ്വീകരിക്കും. എൻ്റെ ജീവിതം മാറാൻ വേണ്ടി പോവാ. ആമേൻ പറഞ്ഞ് ആ കർത്താവെ ആലോചനയെ സ്വീകരിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയെങ്കിൽ ഞാൻ അമ്മൻ പറഞ്ഞതിനെ സ്വീകരിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാനത് ബ്ലസ് ചെയ്യുന്നപ്പാ. അവർ അവസ്ഥകൾ വ്യത്യാസം വരുത്തട്ടെ. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം കാണിക്കുന്നു.
ഞാൻ ആ ഭവനം കാണിക്കുവാൻ സമയത്ത് തന്നെ ഈ റബ്ബർ തോട്ടം, ആ റബ്ബർ തോട്ടത്തിന്റെ അകത്തൂടെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വഴിയുണ്ട് റബ്ബർ തോട്ടത്തിന്റെ അകത്തൂടെ ഈ ഭവനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് ജോയി എന്നൊരു പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ റബ്ബർ തോട്ടം അടുത്തുള്ള ഒരു വീടാണ് കാണുന്നത്. കർത്താവ് എന്നോട് പറയുന്നു, ആ ഭവനത്തെ ദൈവം ഇന്ന് തൊടാൻ വേണ്ടി പോകുന്നു പറയുന്നു. ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. ദൈവം ആ ഭവനത്തെ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി വേർതിരിക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. നന്ദി യേശു. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. എന്റെ ഹസ്ബൻഡാണ് ജോയി. ഈ പറഞ്ഞ അടയാളം പോലെയാണ് സിസ്റ്റർ ഭവനം ഇരിക്കുന്നത്. എന്തോ ഈ പറഞ്ഞ അടയാളം പോലെയാണ് വീടിരിക്കുന്നത്. റബ്ബർ തോട്ടമുണ്ട്. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ. ഇന്ന് കർത്താവ് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ വേണ്ടി പോവാണ്. 2 വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. 2 കാര്യങ്ങൾ കർത്താവ് സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് തന്നെ കർത്താവിനെ കുടുംബത്തിന്റെ അകത്ത് ഒരാങ്ങളേനെ ദൈവം തൊടും. അതിനായിട്ട് നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ വേർതിരിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഭവനത്തിന്റെ അകത്ത് കാണുന്ന ഒരു കാഴ്ച, ഇൻഡസ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇൻഡസ് എന്തോ ഒരു ബ്രോഷറോ എന്തോ ഒരു സംഭവമാണ് കാണുന്നത്. ഇൻഡസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു സംഭവമാണ് ഞാൻ കാണുന്നത്. ഇൻഡസ് അങ്ങനത്തെ ഒരു ബ്രോഷറോ എന്തോ മറ്റോ സംഭവം ഇരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം വീടിൻ്റെ അകത്തിരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഒരു ഭവനത്തെ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. ഇൻഡസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു സംഭവം, അതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം നിങ്ങളുടെ ഭവനത്തിലേക്ക് ആ ഒരു കണ്ടിരിക്കുന്ന ബ്രോഷറോ മറ്റോ അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നന്മ കുടുംബത്തിൻ്റെ അകത്തോട്ട് തുറക്കാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് ആ ബ്രോഷറോ കവറോ മറ്റെന്തോ അതുമായിട്ട് ബന്ധം ഇൻഡസ് ഞാൻ കാണും അതിൽ എഴുതി വ്യക്തമായിട്ട്. അതിന്ന് ഏത് വീട്ടിലാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സ്വീകരിച്ചാട്ടെ. പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. കർത്താവെ, ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഈ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടവർ മാത്രമേ നിങ്ങൾ മ്യൂട്ട് മാറ്റാവുള്ളേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. ഞാൻ എല്ലാവരെയും ഓൾ മ്യൂട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഈ ആലോചന ഫ്രഷ് ആയിട്ട് തന്നെ റെസ്പോണ്ട് കിട്ടാൻ വേണ്ടി സൂമിലുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും അത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കുവാണ്. കർത്താവ്, ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഒരു കുഞ്ഞിൻ്റെ പടമാണ്, ഒരു പെൺകുട്ടിയുടെ ചിത്രം. അതൊരു സീനറിയാണ്. ഒരു റോസാപ്പൂ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള ഒരു സീനറിയിൽ ഒരു കുഞ്ഞിൻ്റെ പടം വെച്ചിട്ടുള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ചിത്രം വീടിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള ഒരു വീട്, അത് ഹോളിലാണ് ഇരിക്കുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ ഒരു ആൺ തലമുറയെ ദൈവം തൊടുന്നായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു അക്ഷരത്തിലാണ് ആ മകൻ്റെ പേര് ആരംഭിക്കുന്നത്. ഞാനിപ്പോൾ ആ മകന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവൻ്റെ ഭാവി ഇന്ന് തുറക്കട്ടെ. സകല പ്രതിസന്ധികളും നീങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. ആ ഭവനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി അങ്ങ് അയക്കുന്നല്ലോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞാനിപ്പോൾ തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലം കർത്താവ് എന്നെ കാണിക്കുന്നു. നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്ത് ദൈവം ഒരു വാക്ക് പറയുന്നു. ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മേൽ വലിയ പ്രശ്നമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് പലപ്പോഴും സ്വപ്നത്തിൽ ഇങ്ങനെ പാമ്പിനെ കാണും.
ഞെട്ടിപ്പെട്ടത് എണീക്കുകയും അസ്വസ്ഥതപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നെടുമങ്ങാട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ അകത്ത് ഈ പാമ്പിനെ കണ്ട് പലപ്പോഴും ഭയപ്പെടുകയും സ്വപ്നത്തില് മരിച്ചുപോയ പലരെയും ഇങ്ങനെ കാണുകയും ആ സ്വപ്നത്തിലൂടെ ഇറിറ്റേറ്റഡ് ആകുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത് ബ്രേക്ക് ചെയ്യുന്നു. സകല അവകാശവാദങ്ങളെയും ബ്രേക്ക് ചെയ്യുന്നു. ദൈവമക്കൾ ഭയപ്പെടേണ്ടവരല്ല, സമാധാനത്തോടെ ഉറങ്ങേണ്ടവരാണ്. ഞാനിപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയത്തിൻ്റെ മേൽ, ഭയത്തിൻ്റെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, ഞാൻ ഇന്ന് ഒരു ഭവനത്തിന് വേണ്ടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ കുരങ്ങിൻ്റെ ഒരു പാവ ഒരു വീടിൻ്റെ അകത്ത് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ കിടക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ, കുരങ്ങിൻ്റെ ഒരു പ്രതിമ എന്ന് പറഞ്ഞ ഒരു പാവയാണ് തൂക്കിയിട്ടിരിക്കുന്ന ഒരു 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 ഇത് കാണിക്കുന്നു. ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ ഈ ജയമോൻ എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. കുരങ്ങിൻ്റെ പാവ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഭവനമാണ്. അതിന് തൂങ്ങിക്കിടക്കുക, വെറുതെ വെച്ചേക്കുമല്ല, തൂങ്ങിക്കിടക്കുവാണ് ആ പാവ. അതിൻ്റെ അകത്ത് ജയമോൻ എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുകയാണ്. ആ വ്യക്തിയെ ദൈവം ഒരു അനുഗ്രഹമാക്കി നിങ്ങളുടെ ഭവനത്തിലേക്ക് അയക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്തപ്പോൾ ഓരോ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പാ. അവർ അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ സാക്ഷ്യമായി തീരട്ടെ, നന്മയായി തീരട്ടെ, അനുഗ്രഹമായി മാറട്ടെ. ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓരോ വ്യക്തികളെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പോൾ അവരുടെ അവസ്ഥകൾ അത്ഭുതമാകട്ടെ, അവരുടെ ജീവിതം സാക്ഷ്യമായി തീരട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഒരു 30 വർഷം മുമ്പ് ഉള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭവനത്തിൻ്റെ അകത്ത്, ഒരു അന്തരീക്ഷത്തിൻ്റെ അകത്ത് കർത്താവ് എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ഒരു 30 വർഷം മുമ്പ് നിന്നിരുന്ന ഒരു ഭവനമാണ്. ആ ഒരു ഭവനത്തിൻ്റെ അകത്ത് ആ കാലഘട്ടത്തിൽ ഒരു പിതാവിനെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പിതാവിൻ്റെ പേര് ജോസഫ് എന്നാണ്. 30 വർഷം മുമ്പ് ഒരു അവസ്ഥയാണ് ആ കുടുംബത്തിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭവനത്തിലല്ല ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത്, അവിടെ നിങ്ങൾ വിറ്റുപോയി. പക്ഷെ ഈ പിതാവ് ഉണ്ടായിരുന്നത് ആ ഭവനത്തിലാണ്. ആ പിതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. 30 വർഷം മുമ്പ് അവിടെ താമസിച്ചൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഒരു ഭവനം വിറ്റ് വേറൊരു സ്ഥലത്ത് വിറ്റതാണോ, അവിടെ നിന്ന് പക്ഷെ നിങ്ങൾ താമസിക്കുന്നില്ല. ഇപ്പം അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്താണ് ഇപ്പം നിങ്ങൾ താമസിക്കുന്നത്. എന്നാൽ അങ്ങോട്ട് മാറിയതിന് ശേഷം പലപ്പോഴും ഞാൻ കാണുന്ന കാര്യം, പലവിധമാകുന്ന ക്ഷീണങ്ങളും ശരീരത്തിൻ്റെ അകത്ത് പല രോഗങ്ങളും വന്ന് ഭയങ്കര അസ്വസ്ഥതയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണ്. ഇന്ന് കർത്താവ് പറയുന്ന സകല പാരമ്പര്യ ശക്തികളുടെ മേൽ നമുക്ക് ജയമുണ്ട്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കുടുംബം സ്വസ്ഥമാകട്ടെ. കുടുംബത്തിൻ്റെ അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങൾ വേർതിരിക്കുന്നപ്പാ, ദൈവപ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ വേർതിരിക്കുന്നപ്പാ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. നന്മയായി സ്വർഗം മാറ്റുന്നല്ലോ, സാക്ഷ്യമാക്കി ദൈവം മാറ്റുന്നല്ലോ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം കാണിക്കുന്നു. ആ ഒരു ഭവനത്തിൻ്റെ അകത്ത് അന്നമ്മ എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ഭവനമാണ് ഞങ്ങൾ. പക്ഷെ ആ അമ്മ മാറ്റപ്പെട്ടു പോയി. അമ്മയുടെ ഫോട്ടോ കയറി വരുന്നിടത്ത് തന്നെ ലോഞ്ചിൽ ഹോളിൽ വെച്ചിട്ടുണ്ട്, അമ്മച്ചിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ കാലഘട്ടത്തിൽ തന്നെ അമ്മച്ചിക്ക് ഒരു സഹോദര കുടുംബമുണ്ട്. ആ സഹോദര കുടുംബത്തിൻ്റെ അകത്ത് ബന്ധപ്പെട്ട് ഈ 2 കുടുംബത്തെ ബന്ധപ്പെട്ടൊരു സ്ഥലത്തെ പക്ഷേ മാനുഷികമായി നോക്കിയാൽ അങ്ങനെ ഒരു സ്ഥലം ഇല്ല. പക്ഷെ ഒരു സ്ഥലത്തെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് തരാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഈ കർത്താവ് ഒരു മറുപടിയായിട്ട്, ഒരു സാക്ഷ്യമായിട്ട് ദൈവം അത് മാറ്റാൻ വേണ്ടി പോകുന്നു. ഞാൻ ഓരോരുത്തരെയും അതിനായിട്ട് ബ്ലസ് ചെയ്യുന്നപ്പാ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഇത് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ. ഞാൻ ഓരോരുത്തരെയും ബ്ലസ് ചെയ്തപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അങ്ങയുടെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തു എൻ്റെ രോഗത്തെ അനുഭവിച്ചതാണ്, കർത്താവ് എൻ്റെ വേദനകളെ ചുമന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് അത്ഭുത സൗഖ്യം വന്നിരിക്കുന്നു.
ഞാൻ രോഗത്തിൻ്റെ മേൽ, രോഗശക്തിയുടെ മേൽ എനിക്ക് ജയമുണ്ട്. ഞാൻ അവകാശിയാണ്, ഞാൻ സാക്ഷിയാണ്. ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നപ്പ നന്മയായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ. പിതാവേ, ഞങ്ങളിപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ രോഗബന്ധനങ്ങൾ ശരീരം വിട്ട് മാറിപ്പോകട്ടെ, രോഗശക്തികൾ ശരീരം വിട്ട് മാറിപ്പോകട്ടെ. ഇപ്പോൾ തന്നെ സകല പാരമ്പര്യ രോഗശക്തികളും യേശുവിൽ വിശ്വസിക്കുന്നവരുടെ മേൽ നിന്ന് മാറിപ്പോകട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ, സകല ദുരാത്മാക്കളെ ഞങ്ങൾ ഇപ്പോൾ പുറത്താക്കുന്നപ്പ കുടുംബത്തിന്റെ മേൽ അറക്കാനും മുടിക്കാനും കയറിക്കൂടിയ സകല വിശ്വാസികളെ പുറത്താക്കുന്നു, രോഗശക്തികളെ പുറത്താക്കുന്നു, എല്ലാ ഈവിൾ സ്പിരിറ്റുകളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പ, ദുഷ്ടപിശാചികളെ ആത്മാവിൽ വെട്ടിവിടുന്നപ്പ. കർത്താവ് ഇപ്പോൾ തന്നെ അവരെ സൗഖ്യമാക്കുന്നല്ലോ, അവരുടെ ശരീരത്തിന്റെ മേൽ രോഗബന്ധനങ്ങളെ അഴിക്കുന്നല്ലോ. അപ്പ ഈ നിമിഷം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് ആ വേദന അവിടെ ഇല്ല, ആ രോഗം അവിടെ ഇല്ല. യേശു സൗഖ്യമാക്കിയിരിക്കുന്നു. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റിയിരിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ ദൈവപ്രവർത്തികളെ കർത്താവ് നിറയ്ക്കുന്നല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഈ സമയം ആർക്കെങ്കിലും ആലോചന ഇടപെട്ടവരോ ഒരേ സാക്ഷ്യം ഒരേപോലെ വരുന്നവർ പറയേണ്ട. നിങ്ങൾക്ക് ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് മറുപടി തരാൻ കഴിയത്തില്ലെങ്കിൽ ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു. അവർ അതിരുകളെ സ്വർഗം വിസ്താരമാക്കുന്നല്ലോ, നന്മയാൽ ദൈവം നിറയ്ക്കുന്നല്ലോ. എല്ലാ മേഖലയിലും വിശാലത ഉണ്ടാകട്ടെ, നന്മയായി തീരട്ടെ, സകല പ്രതികൂലങ്ങളും മാറട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ജോലിയിൽ, ബിസിനസ്സിൽ വർധനമുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയുവാനുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ ബ്രദർ, ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ബ്രദർ, ആക്ച്വലി എന്റെ ഓഫീസിലാണെങ്കിൽ ഒരു 800 എംപ്ലോയീസിനെ കമ്പനിക്കാർ വിട്ടു. ദൈവം ആ സ്ഥാനത്ത് എന്നെ വെച്ചു. എന്റെ പേര് വരാതെ ദൈവം കാത്തു പരിപാലിച്ചു. ദൈവനാമം മഹത്വമായിരിക്കട്ടെ. ഇനി മുമ്പോട്ട് പ്രൊമോഷൻസ് വേണ്ടി നോക്കുന്നുണ്ട്. അതിന് ദൈവം വഴി ഒരുക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ബ്രദർ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുവാൻ ശക്തനാണ്. ദൈവം അത്ഭുതങ്ങളാൽ നിറയ്ക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ പറഞ്ഞോട്ടെ, ഒരു സാക്ഷിയാണ്. പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ. ഇന്ന് എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ ഈ പൈസ വളരെ കുറവായിരുന്നു. ഇന്ന് എനിക്ക് പോകാനായിട്ട് പൈസ, ഞാൻ ഒരു ജോലിക്ക് പോകുന്നത്, ഞാൻ കിടങ്ങൂരാണ് ജോലിക്ക് പോകുന്നത്. അപ്പം പാർട്ട് ടൈം സ്വീപ്പറാണ്. അപ്പൊ ഇന്ന് എനിക്ക് പോകാൻ ഈ പൈസയിലാണ് 7 രൂപ എങ്ങാണ്ട് എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ മോനോട് രാവിലെ 10 രൂപ അങ്ങനെ മേടിച്ചുകൊണ്ടാണ് ഇന്ന് ജോലിക്ക് പോയത്. പക്ഷെ എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ 13 രൂപ വേണം വണ്ടിക്കൂലി. പക്ഷെ ഞാൻ വളരെയേറെ ഭാരത്തോടെയാണ് ഇവിടുന്ന് ഓരോ ദിവസം പോകുന്നത്. കർത്താവ്, ഇന്ന് ഞാൻ പോയി രാവിലെ പോയി എൻ്റെ മോനോട് പൈസ മേടിച്ചുകൊണ്ടാ പോയത്. ഞാൻ തിരിച്ചു വരുമ്പം ഒരു മനുഷ്യനോട് ഞാൻ ഇറക്കുവാൻ കർത്താവ് ഞാൻ ഒരുക്കരുത്. എൻ്റെ അപ്പം സമ്പന്നനാണല്ലോ, പിന്നെ ഞാൻ എന്തിനു ദാരിദ്ര്യം അനുഭവിക്കുന്നേ? എൻ്റെ അപ്പൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ധനമുണ്ടല്ലോ, അതിൽ നിന്ന് എനിക്ക് തരാമല്ലോ. കർത്താവെ, ഞാൻ ആരോടും ചോദിക്കത്തില്ല. ഇന്ന് ഞാൻ ഇവിടുന്ന് എനിക്ക് 1:30 വരെ നിൽക്കണമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നടന്ന്, കർത്താവെ, ഏലിയാവിന്റെ കാക്കിയാൽ പോറ്റിയ കർത്താവാണ് എൻ്റെ അപ്പൻ. അതുപോലെ ദാനിയേലിന്റെ സിംഹക്കുട്ടിയിൽ നിന്ന് വിടുവിച്ച ദൈവമാണ് എൻ്റെ ദൈവം. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ ഇന്ന് 1:30 മുൻപ് പോകുന്നതിന് മുമ്പ് കർത്താവ്, ഞാൻ അവിടെ ആരോട് ചോദിച്ചാലും തരും. പക്ഷെ ഞാൻ ആരോടും ചോദിക്കില്ല, ഒരു മനുഷ്യനും ഞാൻ ആശ്രയിക്കില്ല. എനിക്ക് എൻ്റെ ദൈവം തന്നെ തന്നാ മതി എന്നിങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബ്രദറെ. ഞാൻ പോരുന്നതിന് മുമ്പ് ഈ ഗ്രൂപ്പിൽ തന്നെ കൂടുന്ന ലീന എന്ന് പറയുന്ന സഹോദരി, ഞാനവിടെ തിരിഞ്ഞു നിൽക്കുവാണ്. പക്ഷെ ഈ മകള് കയറി വന്നൊന്നും ഞാൻ കാണുന്നില്ല. അവിടെ വന്ന് ഞാൻ പുറത്തിരിഞ്ഞ് നിന്നപ്പം ചേച്ചിന്ന് എന്നെ വിളിച്ചൊരു 12:30 ആയി. ഞാൻ ചെന്നപ്പോഴത്തേക്കിന് 500 രൂപ എടുത്ത് എൻ്റെ തന്നു. മറ്റൊരാവശ്യത്തേക്ക് ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇന്ന് പോരാനായിട്ട് അത് ധാരാളമായിരുന്നു ബ്രദറെ. എൻ്റെ ആവശ്യങ്ങളുടെ മേലെല്ലാം എനിക്കൊരു 200 രൂപ വേണമായിരുന്നു ഇന്ന്. എനിക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണമെങ്കിൽ പോലും പൈസയില്ല. ഞാൻ വളരെ ഭാരത്തോടെയാണ്. പക്ഷെ ആ സഹോദരി എനിക്ക് തന്നപ്പോൾ ഞാൻ പിന്നെ വിളിച്ച് പറഞ്ഞു, കൊച്ചെ, ഞാൻ തിങ്കളാഴ്ച എന്നെ പൈസ തന്നാ പോരെ, തിരിച്ചു മതി ചേച്ചി എന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് പോരുവാൻ എൻ്റെ ദൈവം തക്ക സമയത്ത് എനിക്ക് 500 രൂപ തന്ന് ഇന്ന് കർത്താവിനെ പോറ്റി എൻ്റെ ദൈവത്തിനകത്ത്. അപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെയും ദൈവം എനിക്ക് അതെൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്നുകൊണ്ടിരിക്കും ബ്രദറെ. ഞാൻ എൻ്റെ ഒരു പൈസ പോലും, പക്ഷെ തക്ക സമയത്ത് അതെല്ലാം എനിക്ക് എൻ്റെ കർത്താവ് തരുന്നുണ്ട്. ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. ആ കൊച്ചിനോട് ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞ്
എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ എന്നെ സാക്ഷ്യം ബ്രദറിന്റെ ഈ കൂട്ടായ്മയെ സാക്ഷ്യം പറയും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ പോകുന്നത്. ഞാൻ വളരെ സന്തോഷം, വളരെ അത്ഭുതം. കാരണം കർത്താവത്രത്തോളം അവന്റെ മക്കളെ മാനിക്കുന്നുണ്ടല്ലോ അവരുടെ അവസ്ഥയിലൊക്കെ. അപ്പൊ എന്റെ ഞാനിങ്ങനെ ഭാരപ്പെടുന്ന സമയത്ത് എന്റെ ഉള്ളിൽ വരുന്ന പാട്ടാണ് കരുതുന്നവൻ ഞാനല്ലോ കലങ്ങുന്നത് എന്തിനു എന്ന് പറഞ്ഞ ആ പാട്ടൊക്കെ ഇങ്ങനെ ഞാനതിങ്ങനെ പാടിക്കൊണ്ട് ഇങ്ങനെ ഉള്ളിൽ പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ ദൈവം തക്ക സമയത്ത് എന്നെ സഹായിച്ചു. ഞാൻ എന്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മരുകയില്ല. പല കാര്യങ്ങളിലും കർത്താവ് എനിക്ക് തുണയായിട്ട് പെട്ടെന്ന് തന്നെയാണ് എന്നെ ദൈവം അനുഗ്രഹിക്കുന്നത്. ഈ പ്രായം തീർച്ചയായിട്ടും സിസ്റ്റർ പ്രിയസ് പറഞ്ഞ പോലെ തന്നെ തക്ക സമയത്ത് ഒരുക്കി ഇനിയും നന്മകളാൽ ദൈവം നിറയ്ക്കും. ഈ ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷ വേണം. കർത്താവ് ഇന്ന് ദൂതന്മാരെ അയച്ച് മിറക്കിൾ മണികളെ നമുക്ക് വേണ്ടി തുറക്കും. എപ്പോഴും പറഞ്ഞോണം, ഞാൻ ഇനിയും നന്മകൾ കാണും, ദൈവത്താൽ ഞാൻ വാരി വിതറി കൊടുക്കുന്നു തന്നെ പറഞ്ഞുകൊണ്ട് വേണം കർത്താവ് സാക്ഷിയാക്കി മാറ്റുക കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. കർത്താവെ നന്ദി യേശുവേ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഉണ്ട് ബ്രദറെ. ബ്രദറെ എൻ്റെ പേര് രാജേഷ് എന്നാണ്. പറഞ്ഞു. ഹലോ പറഞ്ഞു ബ്രദറെ. ബ്രദറെ എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ബ്രദറെ, ഇതുപോലെ തന്നെയാണ് എൻ്റെ ജോലി സ്ഥലത്ത്, അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ. കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗ് മാനേജറാണ്. എൻ്റെ ജോലി പോയെന്ന് പറഞ്ഞതാണ്. പക്ഷെ ദൈവത്തിനോട് ഞാൻ ഇവിടെ രാവിലെ വന്ന് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. ഇത് 2-3 ദിവസത്തേക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പം പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പൊ വിളിച്ചു പറഞ്ഞു, രാജേഷ് തുടർന്നോളൂ, വേറെ 2 പേരെ മാറ്റി, അതായത് സെയിൽസിലും പിന്നെ വേറൊരു റൂട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയെ മാറ്റിയിട്ട് എന്നെ തിരിച്ചെടുത്തു. ബ്രദറെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ ബ്രദറെ, എൻ്റെ കുടുംബവും ഒത്തിരി പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ വൈഫും ഞാനുമായിട്ട് ഇത്തിരി പിണക്കത്തിലാണ്. ഏകദേശം 7 വർഷം വരെ ആയിപ്പോയി. എനിക്ക് എന്താണെന്ന് അറിയില്ല. ഇപ്പൊ ഒരു 10 മാസം കൊണ്ട് എനിക്ക് അവരുമായിട്ട് നന്നായിട്ട് സ്നേഹിച്ച് സന്തോഷത്തോടെ പോകണമെന്നാണ് ആഗ്രഹം. പക്ഷെ ബ്രദർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് കുറച്ച് തീർച്ചയായിട്ടും ബ്രദറെ. കർത്താവ് ഇന്ന് പ്രവർത്തിച്ച മകനെ ഇന്ന് ഒരു തെരഞ്ഞെടുപ്പ് ദൈവം നടത്തിയതുപോലെ തന്നെ ഭാവിയിലും കുടുംബജീവിതത്തിലും ഒക്കെയും ദൈവം സാക്ഷിയാക്കി മാറ്റും. ഇതൊരു തുടക്കമാണ്. കർത്താവ് ഇനിയും അത്ഭുതങ്ങളാൽ നിറയ്ക്കും ബ്രദറെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ആമേൻ. കർത്താവ് നടത്തട്ടെ കേട്ടോ. ആമേൻ. ബ്രദർ, പറഞ്ഞു. എന്റെ പേര് ഞാൻ ചാർലി, കുവൈറ്റിൽ നിന്ന് വിളിക്കുന്നു. പറഞ്ഞു സിസ്റ്റർ, സാക്ഷ്യം പറയാൻ വേണ്ടി. ഇവിടുന്ന് ഞാൻ റിക്വസ്റ്റ് ആണ്. ഞാൻ കുറെ ട്രൈ ചെയ്യുന്നു നമ്മൾ പറയാനായിട്ട്. സാക്ഷിയല്ല, റിക്വസ്റ്റ് ആണ്. എനിക്ക് ഇവിടെ ഇപ്പം 1 വർഷം ആകാൻ പോകുന്നുള്ളൂ ഞാൻ ഇവിടെ വന്നിട്ട് ജോലി. പക്ഷെ ഭയങ്കര ഷൗട്ടിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് തിരിച്ചു പോകണം. വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ച് വേറൊരു ജോലിക്ക് ട്രൈ ചെയ്ത് തരണം ഒത്തിരി ആഗ്രഹമുണ്ട്. ഈ നവംബറിൽ പോകണമെന്നൊരു ആഗ്രഹം. ചോദിച്ചാൽ വിടുവോന്ന് എനിക്ക് ചോദിക്കാനൊരു പേടി. അങ്ങനെ എനിക്ക് ഞാനൊരു വാക്ക് ബ്ലസ് ചെയ്യാൻ സിസ്റ്ററെ. കർത്താവ് ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. പ്രിയമോൾക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ആ രാജ്യത്ത് വന്നത് ദൈവമേ ഒരു തിന്മയാകാതെ നന്മയായി തീരട്ടെ. സകല പ്രതികൂലങ്ങളും മാറട്ടെ. ഇന്ന് മുതൽ സമാധാനം വാഴട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ഇന്ന് മുതൽ ദൈവപ്രവർത്തിക്കാട്ടെ കർത്താവ് ഒരുക്കും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷിയുള്ള ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദറെ, 2 ദിവസത്തിന് മുമ്പ് ബ്രദറ് പ്രാർത്ഥനയിൽ എനിക്കൊരു ദൂത് വന്ന് കോശിയുടെ ഭവനത്തെ മക്കളെ ദൈവം തൊടുന്നതായിട്ട് പരിശുദ്ധാത്മാവിൽ. ഇന്ന് മോന് ഒരു ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട് ബ്രദറെ. അതിനകത്ത് അവനിവിടെ ഇല്ല, അവൻ ട്രിവാൻഡ്രത്താ. അത് മൗറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്തോട്ട് പോകാനുള്ളതാ ബ്രദറെ. അന്നേരം ഏഷ്യ വേൾഡ് സ്റ്റാർ ഫ്ലോർ ലിമിറ്റഡ് എന്ന് പറഞ്ഞാണ് അത് വന്നേക്കുന്നത്. പക്ഷെ അത് വെബ്സൈറ്റ് ഒന്നും കാണുന്നില്ല. അങ്ങനെ വളരെ അങ്ങനെ ഒരു ചിന്ത വന്നു ബ്രദറെ. ഒന്നും അറിയാൻ വയ്യ. ബാക്കി കാര്യം കർത്താവ് കൊണ്ടുവന്നെയാണെങ്കിൽ അത് നന്മയാക്കി തീർക്കുന്നു വിശ്വസിച്ചു തിരികുന്നു ബ്രദറെ. തീർച്ചയായും ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ പറഞ്ഞ പോലെ തന്നെ കോശിയുടെ ഭവനത്തെ ദൈവം തൊടാൻ വേണ്ടി പോകും, തലമുറയെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം ധൈര്യമായിട്ട് ഇത് മൂവ് ചെയ്തു. കർത്താവ് അതിന്റെ മേൽ അത്ഭുതം ചെയ്യും. ദൈവം ആലോചനയ്ക്ക് ശേഷം വെളിപ്പെട്ടതായതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. കർത്താവ് അത് സാക്ഷിയാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. ബ്രദറെ, എന്തോ കേൾക്കാമോ? ഹലോ, പറഞ്ഞു.
ബ്രദറെ, ഇപ്പൊ ഒരു ആലോചന പറഞ്ഞില്ലേ, അന്നമ്മ എന്ന് പറയുന്നത്, ഉം. അതെന്റെ അമ്മയായിരുന്നല്ലോ. അമ്മ മരിച്ചു പോയായിരുന്നു. ഇത് സിസ്റ്ററെ ആലോചന ഏറ്റെടുത്തോണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തെ ദൈവം നിങ്ങൾക്ക് തുറന്നു തരാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയോടെ ഇരുന്നോണം. നല്ലൊരു അനുഗ്രഹത്തിന്റെ വാതിലിനെ ദൈവം തുറക്കാൻ വേണ്ടി പോവാ കേട്ടോ. ഉം. ഗോഡ് ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, പറഞ്ഞു സിസ്റ്ററെ. ഞാൻ എൻ്റെ മോളുടെ വിവാഹം എൻ്റെ കർത്താവ് ഏറ്റവും ഭംഗിയായി നടത്തി തന്നു. ഒന്നിനും മുട്ടില്ലാതെ. ഞാൻ ഹിന്ദുവാണ്. എൻ്റെ മോളെ കല്യാണം കഴിച്ചത് ഒരു ക്രിസ്ത്യനാണ്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. മറ്റുള്ളവരെങ്ങനെ അതിനെ ഉൾക്കൊള്ളുന്നുള്ളൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ആരും ഒന്നും പറയാതെ എല്ലാവരും അംഗീകരിച്ചു തന്ന്, ഒന്നിനും മുട്ടില്ലാതെ എൻ്റെ കർത്താവ് എല്ലാം ഭംഗിയാക്കി നടത്തി തന്നു. അതിന് ഞാൻ എൻ്റെ കർത്താവിനോട് നന്ദി പറയുന്നു. അതൊരു സാക്ഷിയായിട്ട് ഞാൻ പറയാണ്. പിന്നെ ബ്രദറെ, എൻ്റെ മോനൊരു വിവാഹമായിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ബ്രദറൊന്നും നന്ദി കർത്താവ്. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ കർത്താവ് ഈ ദിവസം കുടുംബമായിട്ട് യേശുവിലേക്ക് മുറുക്ക വരുവാൻ ഇതൊരു മുഖാന്തരമായി തീരട്ടെ. ധൈര്യമായിട്ടിരിക്കുക. തലമുറകളുടെ ഭാവി എപ്പോഴും ആ വചനം പറഞ്ഞോണം. എൻ്റെ തലമുറകൾ ദൈവത്താൽ സാക്ഷിയായി തീരുന്നതന്നെ പറഞ്ഞോണം. ദൈവത്താലുള്ള വഴികളെയും വാതിലുകളെയും ദൈവം തുറക്കുന്ന സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ പറഞ്ഞു. ഹലോ ബ്രദറെ, കേൾക്കുന്നുണ്ട്. പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ ഇന്ന് ജോലിക്ക് പോയ വീട്ടിലെ ഞാനൊരു ജനല് തുടച്ചിട്ട് ഇറങ്ങിയിട്ട് വെള്ളം എടുക്കാൻ ജനല് തുടച്ചു. ആദ്യം കയറി ജനല് തുടച്ചു. അവിടെ കിളന്ന സ്ഥലമായിരുന്നു. തുടച്ചിട്ട് ഞാൻ പിന്നെ ഇറങ്ങി വന്ന് വെള്ളം എടുത്തോണ്ട് തിരിച്ചു കയറി ചെന്നപ്പോ ഞാൻ നിന്നടുത്ത് തന്നെ ഒരു പാമ്പ് കുഞ്ഞ് കിടക്കുന്നു. എന്നെ കർത്താവ് സൂക്ഷിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ആമേൻ. നന്ദി കർത്താവ്. എന്ന പ്രിയ സഹോദരൻ, അത് വലിയൊരു കാര്യമാണ്. കാര്യം നമുക്കിന്ന് ഈ സാക്ഷ്യം പറയുവാൻ ജീവനോടെ കാണുവാൻ ഇടയാത്തീർന്നു. അല്ലാത്ത പക്ഷം നഷ്ടപ്പെട്ടു പോകാൻ. പക്ഷെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നതിന്റെ തെളിവുകളാണ് കർത്താവ് നമ്മളെ പലതും മാറ്റിവിടുന്നത്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ബ്രദറെ, പറഞ്ഞു. ബ്രദറെ, ഇന്നൊരാലോചന പറഞ്ഞായിരുന്നല്ലോ, ഇൻഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോഷർ ഉണ്ടെന്നുള്ളത്. അത് ഞങ്ങളുടെ വണ്ടിയില് അത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആണല്ലേ. എന്നാൽ ഇൻഡസ് എന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു കർത്താവിന്റെ ഒരു പ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ആ ഒരു കമ്പനിയോ എന്തോ മറ്റുമാണത്. അത് യേശുവിന്റെ നാമത്തിലെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തോ ഒരു നന്മ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി പോവാണ്. ഏറ്റെടുത്തോണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. പറഞ്ഞു. എനിക്ക് 2 ദിവസം ഭയങ്കര ചങ്കില് വേദന, അടുത്ത് കൈ ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ആശുപത്രി പോകണമെന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നു. അപ്പൊ ഞാൻ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ ആ വേദന പൂർണ്ണമായി സൗഖ്യമായി. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് പറഞ്ഞു സിസ്റ്ററെ. തന്നു വന്നപ്പോ ഞാൻ രാത്രി പ്രാർത്ഥിച്ചു, കർത്താവ് പണിക്കാര് വരുമ്പോ മഴ പെയ്ത പണി നടക്കില്ലല്ലോ, അപ്പം വൈകുന്നേരം വരെ മഴ മാറ്റി തരണം. ആ വെളുപ്പിനെ വന്ന മഴ പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാൻ കയറിയ സമയത്താണ് പിന്നെ മഴ വന്നത്. പിന്നെ സന്ധ്യ വരെ അവരുടെ പണി കഴിയുന്നിടം വരെയും മഴ വന്നില്ല. അത് ഞാൻ വലിയൊരു സാക്ഷ്യമായിട്ട് പറയുന്നു. ദൈവത്തിന് തൊടാൻ കൂടി നന്ദി. നന്ദി കർത്താവ്. എന്ന് തുറന്ന വഴികൾക്ക് നന്ദി. ആ സൗഖ്യത്തിന് നന്ദി. വിശ്വാസത്തെ മാനിച്ച കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും പറഞ്ഞു. ഒരു ആലോചന പറഞ്ഞില്ലേ ബ്രദറെ? ഒക്ടോബർ 12 ഒരു വ്യക്തിയെ ദൈവം കർത്താവ് തൊടുന്നെന്ന് ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദറെ. ആമേൻ. എന്റെ മകനാണ്. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രൈസ് മൈക്ക് ലോർഡ് ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, എന്തോ പറഞ്ഞു. ഇന്നലെ ഒക്ടോബർ 12 ജനിച്ചവരുടെ കാര്യം പറഞ്ഞില്ലേ, അതിൽ എന്റെ മോളും കൊച്ചുമോളും ഒക്ടോബർ 12. ഏറ്റെടുത്ത ദിവസം ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും. വലിയ പ്രവൃത്തികളാൽ സ്വർഗം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇത് വിശ്വസിക്കുന്നവരെല്ലാം ഇന്ന് ദൈവസന്നിധിയിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ലഭിച്ച